എന്താണ്? സോയിലൂടെ വാട്ടറിന് ഫ്ലോ ചെയ്യാനുള്ള എബിലിറ്റി, അതിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയാം. കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡീഫോർമേഷൻസ്, അതായത് ലോഡ് കൊടുത്ത് കംപ്രസീവ് ഒരു ലോഡ് കൊണ്ട് ആ സോയിലിന് എത്രത്തോളം ഡീഫോർമേഷൻ പോസിബിൾ ആണ്, അതാണ് കംപ്രസിബിലിറ്റി. അടുത്തത് ഷിയർ സ്ട്രെങ്ത് ആണ്. എത്രത്തോളം ഷിയർ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് സോയിലിന്. മെയിൻലി ഷിയർ സ്ട്രെങ്ത് നമ്മൾ ഡീൽ ചെയ്യണത് സ്ലോപ്പ്, ഒരു എർത്ത് ഒരു സ്ലോപ്പ് സർഫസ് ആണെങ്കിൽ അവിടെ ആ സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാനും സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി അനലൈസ് ചെയ്യാനൊക്കെയാണ് യൂഷ്വലി നമ്മൾ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്ന പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുക. അടുത്തത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ്. ഒരു സോയിലിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പം എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. പക്ഷേ ഇൻഡെക്സ് പ്രോപ്പർട്ടിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? പാർട്ടിക്കിൾ സൈസാണ്. പ്രൈമറി ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടി. അതിൽ ശരിക്കും സോയിലിൻ്റെ സൈസാണ് യൂഷ്വലി നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടിയിൽ ഡെസിഗ്നേറ്റ് ചെയ്യുക. ഇൻഡെക്സ് പ്രോപ്പർട്ടി കോഴ്സ് ഗ്രെയിൻ സോയിലിന് 2 പ്രോപ്പർട്ടി ഉണ്ട്. കോഴ്സ് ഗ്രെയിൻ സോയിലിനാണെങ്കിൽ ഫൈൻ ഗ്രെയിൻ സോയിലിനും നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് പറയും. കോഴ്സ് ഗ്രെയിൻ്റെ സോയിലിൻ്റെ 2 ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റിലേറ്റീവ് ഡെൻസിറ്റി. ഈ റിലേറ്റീവ് ഡെൻസിറ്റി നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ സെമസ്റ്ററിൽ ഇതിപ്പോൾ ഇങ്ങനെ ഓർഡറിലായിരുന്നു പ്രോപ്പർട്ടി ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഞാൻ ആ രീതിയിൽ തന്നെ എടുക്കുകയാണ്. അടുത്തത് ഫൈൻ ഗ്രെയിൻഡ് സോയിലാണ്. ഫൈൻ ഗ്രെയിൻ സോയിലിനും ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ 2 ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് അറ്റർബർഗ് ലിമിറ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം ഇൻഡെക്സ് പ്രോപ്പർട്ടി 2 ഉണ്ട്, കോഴ്സ് ഗ്രെയിനും ഫൈൻ ഗ്രെയിനും. കോഴ്സ് ഗ്രെയിൻ്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ഡെൻസിറ്റിയും പാർട്ടിക്കിൾ സൈസും. ഫൈൻ ഗ്രെയിൻ്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ് അറ്റർബർഗ് ലിമിറ്റ് ആൻഡ് കൺസിസ്റ്റൻസി. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 3 പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്. ഇനി ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് നമ്മൾ മെയിൻലി സോയിലിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നാമത്തത് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഗ്രെയിൻ എന്ന് പറയും. പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി ഓരോ ഗ്രെയിനും അതിൻ്റെ സൈസ് എങ്ങനെയാണോ അതിനെയാണ് പ്രോപ്പർട്ടി ഓഫ് സോയിൽ ഗ്രെയിൻ എന്ന് പറയാം. പാർട്ടിക്കിൾ സൈസ്, ഗ്രെയിൻ്റെ ഷേപ്പ്. അടുത്തത് പ്രോപ്പർട്ടി ഓഫ് മാസ്, സോയിൽ മാസ് അഗ്രിഗേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സോയിൽ മാസ് ഓർ അഗ്രിഗേറ്റ് എന്ന് പറയും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോയിൽ സ്ട്രക്ചർ എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് സോയിൽ മാസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, കേട്ടിരിക്കുക. ഇനിയുള്ളത് ഗ്രെയിൻ സൈസ്. ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോയിൽ സാമ്പിൾ എടുത്താൽ അതിനകത്തുള്ള ഗ്രെയിൻ ഷേപ്പ്, ഗ്രെയിന് പല ഷേപ്പുകൾ ഉണ്ടാവും. ആ ഗ്രെയിൻ ഷേപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ താഴെ ആംഗുലർ ആവാം, സബ് ആംഗുലർ ആവാം, സബ് റൗണ്ടഡ് ആവാം, റൗണ്ടഡ് ആവാം, വെൽ റൗണ്ടഡ് ആവാം. ഇങ്ങനെ പല ഷേപ്പിൽ അഗ്രിഗേറ്റ്സ് അല്ലെങ്കിൽ സോയിൽ ഗ്രെയിൻസ് നമുക്ക് അവൈലബിൾ ആവാറുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആണ് ഈ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഡീൽ ചെയ്യണേ. ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന് 2 ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ്. ഒന്ന് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷനും ഒന്ന് റിലേറ്റീവ് ഡെൻസിറ്റി. ഫൈൻ ഗ്രെയിനിന് ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ് അറ്റർബർഗ് ലിമിറ്റ്. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന കോഴ്സ് ഗ്രെയിൻ്റെ ആണ്. കോഴ്സ് ഗ്രെയിൻ്റെ ആദ്യത്തെ ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മൾ സീവ് അനാലിസിസ് ചെയ്യും. ഓക്കെ, അപ്പം ഏത് ഗ്രെയിൻഡ് സോയിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സീവ് അനാലിസിസ് ചെയ്യും. അങ്ങനെ സീവ് അനാലിസിസ് ചെയ്ത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ വരച്ച് ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന സാമ്പിൾ, ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന സോയിലിൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ സീവ് അനാലിസിസ് വഴി നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഈ സീവ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് 2 സ്റ്റേജ് ആയിട്ടാണ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ് ആണ്, അതായത് 75 മൈക്രോണിൽ കൂടുതലുള്ള പാർട്ടിക്കിൾസിന്, 75 മൈക്രോണിൽ കൂടുതൽ വരുന്ന സോയിൽ പാർട്ടിക്കിളിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് സീവ് അനാലിസിസ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 75 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിൾസ് ചെയ്യുന്നത്, 75 മൈക്രോണിൽ താഴെയുള്ള സൈസിലുള്ള പാർട്ടിക്കിൾസിന് ചെയ്യുന്ന സീവ് അനാലിസിസ്, അതിന് പറയുന്ന പേരാണ് സെഡിമെൻറ്റേഷൻ അനാലിസിസ്. സീവ് അനാലിസിസ് 2 സ്റ്റേജ് ഉണ്ട്. ഒന്ന് 75 മൈക്രോണിൽ കൂടുതലുള്ള പാർട്ടിക്കിൾ സൈസ് വരുന്ന അതിന് നമ്മൾ ചെയ്യുന്നത് സീവ് അനാലിസിസ്. 75 മൈക്രോണിൽ താഴെയുള്ള അതിലും ചെറിയ സൈസിനെ നമ്മൾ ഫൈൻ ഗ്രെയിൻ സോയിൽ എന്ന് പറയും. അതിന് നമ്മൾ ചെയ്യുന്ന സ്റ്റേജ് 2 അനാലിസിസ് എന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റേഷൻ അനാലിസിസ്. ഇനി ആദ്യത്തെ സീവ് അനാലിസിസ്. സീവ് അനാലിസിസ് നമ്മൾ 2 രീതിയിൽ ചെയ്യും. ഒന്നാമത്തത് കോഴ്സ് ഗ്രെയിൻ സോയിലിനും ചെയ്യും, ഫൈൻ ഗ്രെയിൻ സോയിലിനും ചെയ്യും. കോഴ്സ് ഗ്രെയിനിൽ തന്നെ നമ്മൾ, അതായത് 75 മൈക്രോണിൽ കൂടുതലുള്ള എല്ലാ പാർട്ടിക്കിളിനെയും നമ്മൾ പൊതുവിൽ പറയുന്ന പേര് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ എന്നാണ്. ഈ കോഴ്സ് ഗ്രെയിനിൽ തന്നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 4.75 mm കൂടുതലുള്ളത്, 4.75 mm കൂടുതലുള്ളതിനെ ഗ്രാവൽ ഫ്രാക്ഷൻ എന്ന് പറയും. 75 മൈക്രോണിനും 4.75 mm ഇടയിലുള്ളതിനെ സാൻഡ് ഫ്രാക്ഷൻ എന്നും പറയും. ഈ 2 ഫ്രാക്ഷന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സീവ് അനാലിസിസ് ചെയ്യാറുണ്ട്. ഇനി 75 മൈക്രോണിൽ റീറ്റെയിൻ ചെയ്യുന്ന ഗ്രാവൽ സൈസ്, അതായത് നമ്മൾ എടുക്കുന്ന സോയിൽ സാമ്പിൾ സീവ് ചെയ്യും. സീവ് ചെയ്ത് കഴിയുമ്പോൾ 4.75 mm സീവിലാണ് നിൽക്കുന്നതെങ്കിൽ 4.75 mm റീറ്റെയിൻ ചെയ്യുന്ന ആ പോർഷനെ ഗ്രാവൽ ഫ്രാക്ഷൻ എന്ന് പറയും. അങ്ങനെ ഗ്രാവൽ ഫ്രാക്ഷൻ ആണ് നമ്മൾ സീവ് അനാലിസിസ് നടത്തുന്നതെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് സീവ്സ് ആണ് ഇത്. 80 mm, 40 mm, 20 mm, 10 mm, 4.75 mm. 4.75 mm സീവിൽ റീറ്റെയിൻ ചെയ്യുന്ന ഗ്രാവൽ ഫ്രാക്ഷൻ ആണ് നമ്മൾ സീവ് അനാലിസിസ് നടത്തുന്നതെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് സീവ്സ് 80 mm, 40 mm, 20 mm, 10 mm, 4.75. ഇനി 4.75 താഴെയുള്ള, അതായത് 4.75 തൊട്ട് 75 മൈക്രോൺ വരെയുള്ള സോയിൽ ഫ്രാക്ഷൻ ആണ് നമ്മൾ സീവ് അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന സീവ് സൈസ് ഇതാണ്. 2 mm, 1 mm, 600 മൈക്രോൺ, 425 മൈക്രോൺ, 212 മൈക്രോൺ, 150 മൈക്രോൺ, 75 മൈക്രോൺ. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സീവ് അറേഞ്ച് ചെയ്യുക. ഇനി ഇതിൻ്റെയൊക്കെ അടിയിൽ നമ്മൾ ഡിക്രീസിങ് ഓർഡറിലാണ് സീവ് അറേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ ഒരു പാൻ എന്ന് പറയുന്ന ഒരു റിസീവിങ്, ഇതിലും താഴെയുള്ള പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഏറ്റവും സ്മോളസ്റ്റ് സീവാണത്. ഇനി സീവ് അനാലിസിസ് 2 ടൈപ്പ് ഉണ്ട്. 2 രീതിയിൽ നമുക്ക് സീവ് അനാലിസിസ് ചെയ്യാം. ആദ്യത്തെയാണ് ഡ്രൈ സീവ് അനാലിസിസ്. ഓക്കെ, സീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. കാണിച്ചു തരാം, ഫിഗർ താഴെയുണ്ട്. ഓക്കെ, ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 4.75 mm കൂടുതലുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ സീവ് അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ സീവ് അറേഞ്ച് ചെയ്യുന്ന ഓർഡറാണ്. ഏറ്റവും ടോപ്പിൽ 80, ദെൻ 40, ദെൻ 20, ദെൻ 10, ദെൻ 4.75. ഇനി 4.75 mm താഴെ 75 മൈക്രോൺ വരെ ഉള്ളതിന് 2 mm, 1 mm, 625 മൈക്രോൺ, 600 മൈക്രോൺ, 425, 212, 150, 75, ദെൻ പാൻ. ഈ രീതിയിലായിരിക്കും നമ്മൾ ആ സീവ് അറേഞ്ച് ചെയ്യുക. 2 രീതിയിൽ നമുക്ക് സീവ് അനാലിസിസ് ചെയ്യാം. ഒന്ന് ഡ്രൈ സീവ് അനാലിസിസും ഒന്ന് വെറ്റ് സീവ് അനാലിസിസും. ഡ്രൈ സീവ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾ ഓവൻ ഡ്രൈ സാമ്പിൾ ആയിരിക്കണം. ഒരു രീതിയിലുള്ള ലംസ് ഒന്നും ഇല്ലാതെ ഓവൻ ഡ്രൈ ആയിട്ടുള്ള സാമ്പിളാണ് നമ്മൾ യൂഷ്വലി ഡ്രൈ സീവ് അനാലിസിസിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഡ്രൈ സീവ് അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സാമ്പിൾ നമ്മൾ എടുക്കും. ആ സാമ്പിൾ എന്ന് പറയുന്നത് 4.75 mm കൂടെ നമ്മൾ സീവ് ചെയ്യും. 4.75 mm കൂടെ എടുത്ത് നമ്മൾ സീവ് ചെയ്യും. ആ താഴേക്ക് കടന്നു പോകുന്ന ആ പോർഷനാണ് നമ്മൾ പിന്നെ അനാലിസിസ് ചെയ്യുന്നത്. അതായത് 4.75 mm സീവ് എടുക്കും,
ഒരു സെറ്റ് ഓഫ് സാമ്പിൾ നമ്മൾ ആ സീവിലിടും. എന്നിട്ട് അത് അരിച്ച് താഴേക്ക് എത്രത്തോളമാണ് കിട്ടുന്നത് ആ സോയിലാണ് നമ്മൾ സീവ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം 4.75 mm താഴേക്കുള്ള പാർട്ടിക്കിളാണ് നമ്മൾ സീവ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് എന്ത് ചെയ്യും, 4.75 mm തൊട്ട് 75 മൈക്രോൺ വരെയുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും നമ്മൾ സീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീവ്സ് 2 mm, 1 mm, 600, 425, 212, 150, 75 പാക്ക് ഇത് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ എടുത്ത സാമ്പിൾ എടുത്ത് എന്ത് ചെയ്യും, ആ 4.75 mm വയ്ക്കും. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്യും. എന്നിട്ടൊരു സീവ് ഷേക്കർ എന്ന് പറയുന്ന അപ്പാരറ്റസ് ഉണ്ട്, ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. മെക്കാനിക്കൽ മീൽസിൽ നമ്മൾ റൺ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ സീവ് ഷേക്കറിൽ നമ്മൾ ഈ സീവ് എല്ലാം അറേഞ്ച് ചെയ്ത് വയ്ക്കും, സാമ്പിൾ ഇടും. അതിനുശേഷം ഒരു 10 to 15 minutes കണ്ടിന്യൂസ് നമ്മൾ എന്ത് ചെയ്യും, സീവ് ഷേക്കറിൽ വെച്ച് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് മെക്കാനിക്കലി വൈബ്രേറ്റ് ചെയ്യിക്കുന്നത്, അതിനുശേഷം അത് ഓഫ് ചെയ്യും. അതിനുശേഷം ഓരോ സീവിലും എത്രത്തോളം സാമ്പിള് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വെയ് ചെയ്യും. നമ്മൾ വെയിങ് മെഷീനിൽ കൊണ്ടുപോയി ആ സീവിൽ നിന്ന് എല്ലാ പാർട്ടിക്കിളും എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ സീവിലും എത്രത്തോളമാണ് റീറ്റെയിൻ ചെയ്തേക്കുന്നതെന്ന് വെയിറ്റ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിന് നമ്മൾ പറയുന്ന പേരാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. ദെൻ ആ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വച്ചിട്ടാണ് നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻസ് എഴുതുന്നത്. നമ്മൾക്ക് കിട്ടിയ സാമ്പിൾ എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് നമ്മൾ താഴെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത് സീവ് അനാലിസിസ് 4.75 mm സീവിലൂടെ. ഇപ്പം നമുക്ക് 4.75 മുകളിലുള്ള പാർട്ടിക്കിൾസ് സീവ് ചെയ്യുക വേണ്ടെങ്കിൽ അത് നമ്മൾ ആ സൈസിലുള്ള സീവ് 8, 80, 40, 20, 10, 4.75 അതായിരിക്കും നമ്മൾ സീവിന് യൂസ് ചെയ്യുക. അതല്ല 4.75 mm താഴെയുള്ള പാർട്ടിക്കിളാണ് സീവ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ സെറ്റ് ഓഫ് സീവ്സ് അറേഞ്ച് ചെയ്യും. എന്നിട്ട് സീവ് ഷേക്കറിൽ വയ്ക്കും. 10 to 15 minutes കണ്ടിന്യൂസ് വൈബ്രേഷൻ ചെയ്യും. അതിനുശേഷം ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന ആ സോയിലിൻ്റെ വെയിറ്റ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. അതാണ് സീവ് അനാലിസിസ്. ഡ്രൈ സീവ് അനാലിസിസ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന സോയിൽ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരിക്കണം. രണ്ടാമത്തേതാണ് വെറ്റ് സീവ് അനാലിസിസ്. വെറ്റ് സീവ് അനാലിസിസും ചെയ്യുന്ന ഇത് പ്രൊസീജിയർ സെയിമാണ്, ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ആദ്യം എടുക്കുന്നത് ഡ്രൈ സാമ്പിളാണ്. ആ ഡ്രൈ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഓവൻ ഡ്രൈ ചെയ്ത സാമ്പിളാണ് നമ്മൾ എടുക്കണം. ആ ഡ്രൈ സാമ്പിൾ നമ്മൾ കൊണ്ടുപോയി വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിടും. അതായത് നമ്മൾ എടുത്ത സാമ്പിൾ എത്രയാണോ അത് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിടും. സോക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നന്നായിട്ട് വാട്ടർ വാഷ് ചെയ്ത് കളയും. വാട്ടർ വാഷ് ചെയ്ത് എന്തെങ്കിലും പൊടി പോലെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിനെ ഓവനിൽ കൊണ്ടുപോയി ഡ്രൈ ചെയ്യും. ദെൻ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സീവ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് ഡ്രൈ സീവും വെറ്റ് സീവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എടുക്കുന്ന സാമ്പിൾ ആദ്യം ഓവൻ ഡ്രൈ സാമ്പിളാണ്. എന്നിട്ട് അത് വാട്ടറിൽ കുറച്ച് നേരം സോക്ക് ചെയ്യും. സോക്ക് ചെയ്തതിന് ശേഷം ഒരു ജെറ്റ് ഓഫ് വാട്ടർ സ്പ്രേ ചെയ്ത് സ്ലറി ഫോമിലാക്കി അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയും. അതിനുശേഷം അതിന് വീണ്ടും കൊണ്ടുപോയി നമ്മൾ ഓവൻ ഡ്രൈ ചെയ്യും. ദെൻ ആ ഓവൻ ഡ്രൈ ചെയ്ത സാമ്പിളാണ് നമ്മൾ സീവ് അനാലിസിസിന് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത് ലാബിൽ ചെയ്യാനുള്ളതാണ്. സീവ് അനാലിസിസ് മനസ്സിലായോ? ഹലോ. ഓക്കെ. സീവ് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന പറഞ്ഞു ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന വെയിറ്റ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം നമ്മളൊരു ടേബിൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫിഗർ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാമോ എല്ലാവർക്കും? എഴുതണ്ട. ഇത് ഒരു സീവ് അനാലിസിസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന റിസൾട്ടാണ്. അതായത് 300 ഗ്രാം ഒരു സോയിൽ എടുത്തു. ആ 300 ഗ്രാം സോയിൽ സീവ് അനാലിസിസ് നടത്തി. അതിന് യൂസ് ചെയ്ത സെറ്റ് ഓഫ് സീവുകളാണ് ഈ എഴുതിയേക്കുന്നത്. 4.75, 2.4, 1.2, 600 മൈക്രോൺ, 425 മൈക്രോൺ, 300, 150, 75.
അതിൽ എന്നിട്ട് എന്ത് ചെയ്തു, അനാലിസിസ് നടത്തിയതിന് ശേഷം ഓരോ സീവിലും റീറ്റെയിൻ ചെയ്ത സോയിലിൻ്റെ മാസ്സാണ് എഴുതിയേക്കണം, ഗ്രാം. ഓക്കെ, അതിനുശേഷം നമ്മളൊരു ടേബിൾ വരയ്ക്കും. ആ ടേബിളാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. അതിന് 5 കോളം ഉണ്ട്. ഫസ്റ്റ് കോളം നമ്മൾ ആ സീവിൻ്റെ സൈസ് എഴുതും. സീവിൻ്റെ സൈസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മില്ലിമീറ്ററിൽ വേണം എഴുതാൻ. അതിനുശേഷം രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് നമ്മൾ ഓരോ സീവിലും റീറ്റെയിൻ ചെയ്ത മാസ്, എത്രത്തോളമാണോ ഓരോ സീവിലും റീറ്റെയിൻ ചെയ്ത ആ മാസ് ഇൻ ഗ്രാമിൽ നമ്മൾ എഴുതും. അടുത്ത കോളം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് മാസ് ആണ്. പെർസെൻറ്റേജ് ഓഫ് മാസ് റീറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 ഗ്രാം സോയിലാണ് ഇനീഷ്യലി നമ്മൾ എടുത്തത്. ആ 300ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ 19.4, അതാണ് നമ്മളിവിടെ എഴുതുന്നത്. ക്ലിയർ ആയോ? ടോട്ടൽ 300 ഗ്രാം സോയിലാണ് നമ്മൾ സേവ് ചെയ്യാൻ എടുത്തത്. അതിൽ 4.75 mm റീറ്റെയിൻ ചെയ്തത് 19.4 ആണ്. അതിൽ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് എഴുതിയേക്കുന്നത്. ക്ലിയർ ആയോ? മൂന്നാമത്തെ കോളം നമ്മൾ അങ്ങനെ ചെയ്യും. ഓക്കെ, അടുത്തത് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ്. ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 4.75 mm സീവ് എടുക്കുമ്പം ആ സീവ് വരെയുള്ള ടോട്ടൽ പെർസെൻറ്റേജ് എത്രയാണ്? ഇപ്പോൾ 4.75 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് സീവ്. അവിടെ പെർസെൻറ്റേജ് ഓഫ് മാസ് റീറ്റെയിൻ ചെയ്ത് 6.4 ആണ്. അപ്പോൾ അവിടുത്തെ ക്യുമുലേറ്റീവ് 6.4 തന്നെ. അടുത്ത സീവ് എടുക്കുമ്പം ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് 2.4 mm വരെ, അതായത് 4.75 mm തൊട്ട് 2.4 mm വരെ ടോട്ടൽ റീറ്റെയിൻ ചെയ്ത പെർസെൻറ്റേജ്. അപ്പോൾ എന്ത് വരും? 6.46 പ്ലസ് 8.32 ആഡ് ചെയ്ത് നമ്മളിവിടെ എഴുതും. അങ്ങനെ ഓരോ സീവിലും ആഡ് ചെയ്ത് സമ്മേഷൻ ചെയ്ത് എഴുതുന്നതാണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ്. ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഫൈനർ ആണ്. പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറഞ്ഞാൽ 100 മൈനസ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ്. 100ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് മൈനസ് ചെയ്ത് എഴുതണം. അങ്ങനെ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ടേബിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാണ് സെമി ലോഗ് ഗ്രാഫ്. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ നമ്മൾ സീവ് സൈസും വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനറും മാർക്ക് ചെയ്യും. എന്നിട്ട് ഈ പറഞ്ഞ ഓരോ പോയിന്റും സീവ് സൈസും പെർസെൻറ്റേജ് ഫൈനർ എന്നും നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഗ്രാഫ് നമ്മൾ വരയ്ക്കും. ഇതിനെയാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയാം. നിങ്ങൾക്ക് വരയ്ക്കാൻ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ. ഗ്രാഫിൽ ഞാൻ ഈ പ്രോബ്ലം വരപ്പിച്ച് ചെയ്യിപ്പിക്കാം. ഗ്രാഫ് ഇല്ലാതെ നമുക്കിത് ക്ലാസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ പ്രോബ്ലം ഞാൻ വർക്കൗട്ട് ചെയ്യിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കും. ആ ഡിസ്ട്രിബ്യൂഷൻ കർവ് വരച്ചതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ 1-2 കാര്യങ്ങൾ കണ്ടുപിടിക്കും. ആ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കും. ആ കർവിൽ നിന്ന് നമ്മൾ 1-2 കാര്യങ്ങൾ കണ്ടുപിടിക്കും. അതാണ് ഇനി പറയാൻ പോകുന്നത്. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്, അതിന് പറയുന്ന വേറൊരു പേരും കൂടെ ഉണ്ട്, ഗ്രഡേഷൻ കർവ്. ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യുന്ന പാർട്ടിക്കിൾ സൈസ് എന്താണോ അതാണ് നമ്മൾ പ്ലോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതാണ് കർവിൻ്റെ ഒരു റഫ്. ഇതാണ് എക്സ് ആക്സിസിലെ പാർട്ടിക്കിൾ സൈസും വൈ ആക്സിസിലെ പെർസെൻറ്റേജ് ഫൈനറുമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കർവിനെ ഗ്രഡേഷൻ കർവ് എന്ന് പറയും. നമ്മൾ ഗ്രഡേഷൻ കർവ് വരയ്ക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയിൽ പാർട്ടിക്കിൾ ഏതൊക്കെ റേഞ്ചിലുള്ള പാർട്ടിക്കിൾ സൈസാണ് നമ്മളെടുത്ത സാമ്പിളിൽ ഉണ്ടായിരുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി എന്തിനാണ് നമ്മൾ സെമി ലോഗ് ഗ്രാഫ് വരയ്ക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാ ഗ്രാഫിൽ വരയ്ക്കാതെ സെമി ലോഗിൽ വരയ്ക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ്, അതായത് നല്ലൊരു റെപ്രസെൻറ്റേഷൻ നമുക്ക് പാർട്ടിക്കിൾ സൈസ് റെപ്രസെൻ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് സെമി ലോ ഗ്രാഫിൽ വരയ്ക്കുന്നത്. അതിനർത്ഥം അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സീവ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ സീവിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? 4.75 mm എന്ന് പറയുന്നത് എന്താണ്? ആ അരിപ്പയിലെ ആ ഓരോ ചെറിയ തുളയുടെയും ഡയമീറ്ററാണ് ആ സീവിൻ്റെ സൈസ്. അപ്പം അത്രയും മൈന്യൂട്ട് ഡയമെൻഷൻസ് പ്ലോട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ആ ഓരോ സീവിലുള്ള പാർട്ടിക്കിളിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെമി ലോഗ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത്.
രണ്ടാമത്തെ റീസൺ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ യൂണിഫോമിറ്റി ഉണ്ടാവും. അതായത് എല്ലാ സൈസിലും ഈക്വൽ യൂണിഫോമിറ്റി എക്സിബിറ്റ് ദ സെയിം സൈസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ആക്ച്വൽ പാർട്ടിക്കിൾ സൈസ്. ആക്ച്വലി ഉള്ള പാർട്ടിക്കിൾ സൈസ്, അതായത് ഒരേ സൈസിലുള്ള ഷേപ്പിലുള്ള ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പം അത് നമുക്കൊന്ന് ക്ലിയർ ആയിട്ടുണ്ട് ഡിസ്റ്റിങ്ഷൻ കിട്ടണം. അത് കിട്ടണമെങ്കിലും നമ്മൾ എന്ത് വരയ്ക്കണം? സെമി ലോഗ് ഗ്രാഫിൽ വേണം വരയ്ക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് സെമി ലോഗിൽ ഗ്രാഫിൽ വരയ്ക്കാൻ കാരണം. ഇനി ഗ്രേഡിങ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മളിതുപോലെ സീവ് അനാലിസിസ് നടത്തി നമ്മൾ എന്ത് ചെയ്യും? ഗ്രഡേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഗ്രഡേഷൻ ചെയ്തിട്ടുള്ള ഗ്രേഡിങ് ഓഫ് സോയിലാണ് ഓക്കെ ഈ കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പല പല ഇതുണ്ട്, ഗ്രേഡ് സൈസുകളുണ്ട്. ഓക്കെ, ഇത് കണ്ടോ? ഇതിങ്ങനെ നമ്മൾ കുറേ സാമ്പിൾ സീവ് ചെയ്ത് നമ്മൾ സെമി ലോഗ്രാഫിൽ വരച്ചേക്കുന്ന ഒരു പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവുകളാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വെൽ ഗ്രേഡഡ്, കോഴ്സ് ഗ്രൈൻഡ്, യൂണിഫോം, ഗ്യാപ്പ് ഗ്രേഡഡ്, ഫൈൻ ഗ്രൈൻഡ്, ഇങ്ങനെ പല രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കോഴ്സ് ഗ്രൈൻഡ് എന്ന് കൊടുത്തേക്കണ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു കോഴ്സ് ഗ്രൈൻഡ് പാർട്ടിക്കിളിൻ്റെ സീവിൻ്റെ ഗ്രഡേഷൻ കർവാണ്. കോഴ്സ് ഗ്രൈൻഡ് പാർട്ടിക്കിൾ നമ്മൾ സീവ് അനാലിസിസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് ഈ കർവ്. ഈ കാണിച്ചിരിക്കുന്നത് ഫൈൻ ഗ്രെയിൻ ആണ്. ഫൈൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ 4.75 mm തൊട്ട് 75 മൈക്രോൺ വരെയുള്ള പാർട്ടിക്കിൾ സീവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സീവ് അനാലിസിസ് നടത്തിയതിന് ശേഷം കിട്ടുന്ന ഒരു ഗ്രഡേഷൻ കർവാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്: വെൽ ഗ്രേഡഡ്, യൂണിഫോം, ഗ്യാപ്പ് ഗ്രേഡഡ്. വെൽ ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഗ്രഡേഷൻ കർവ് നോക്കി നമുക്ക് പറയാം വെൽ ഗ്രേഡഡ് സോയിലാണോ, പുവർലി ഗ്രേഡഡ് സോയിലാണോ, ഗ്യാപ്പ് ഗ്രേഡഡ് സോയിലാണോ എന്നുള്ളത്. വെൽ ഗ്രേഡഡ് ആണെന്ന് പറയണമെങ്കിൽ ആ ഗ്രാഫ് നമ്മൾ വരച്ച് കഴിയുമ്പം നല്ലൊരു സ്മൂത്ത് എസ് കർവ് പോലെ ഇരിക്കും. വെൽ ഗ്രേഡഡ് ആണെന്ന് പറയണ എപ്പോഴാണെന്ന് വെച്ചാൽ എല്ലാ സീവിലും ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാകത്തിനുള്ള പാർട്ടിക്കിൾ സൈസ് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ കിട്ടുന്ന കർവ് എപ്പോഴും എങ്ങനെയായിരിക്കും? വെൽ ഗ്രേഡഡ് ആയിരിക്കും. അതായത് എല്ലാ സീവിലും നമ്മൾക്ക് നോക്കുമ്പോൾ എന്തുണ്ട്? കുറച്ച് സാമ്പിൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ റീറ്റെയിൻ ചെയ്ത് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എല്ലാ സീവ് സൈസിലൂടെയും നമുക്ക് പോയിന്റ് പ്ലോട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് വരച്ചാൽ ഒരു നല്ലൊരു സ്മൂത്ത് എസ് കർവ് ആയിരിക്കും. അതിനെ നമ്മൾ വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സോയിൽ എന്ന് പറയും. അടുത്തതാണ് ഗ്യാപ്പ് ഗ്രേഡഡ്. ഗ്യാപ്പ് ഗ്രേഡഡ് കർവ് നോക്കിയേ, ഇതാണ് ഗ്യാപ്പ് ഗ്രേഡ്. നോക്കിയേ, ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടലായി. അതിനർത്ഥം എന്താണ്? ഈ ഒരു റേഞ്ച് ഓഫ് സൈസിലുള്ള പാർട്ടിക്കിൾ അവിടെ മിസ്സിങ് ആണ്. അതിനർത്ഥം നമ്മൾ സീവ് ചെയ്ത് കഴിഞ്ഞപ്പം ഏതോ ഒരു സീവിൽ എന്താണ്, ഒരു പെർസെൻറ്റേജ് പോലും റീറ്റെയിൻ ചെയ്തിട്ടില്ല. ഒരു ഇത്രയും മാസം പോലും ടോട്ടൽ എടുത്ത സാമ്പിളിന് അതിനകത്ത് റീറ്റെയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്യാപ്പ് ഗ്രേഡഡ് എന്ന് പറയും. ഓക്കെ, യൂണിഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ റെപ്രസെൻറ്റേഷനും ഉണ്ട്. ചിലത് കുറച്ച് കൂടുതലുണ്ട്, ചിലത് കുറച്ച് കുറവുണ്ട്. എല്ലാത്തിലും റെപ്രസെൻറ്റേഷൻ ഉണ്ട്. എല്ലാ സീവിലും കുറച്ച് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് യൂണിഫോമിലല്ല. ചിലതിൽ കൂടുതലുണ്ട്, ചിലതിൽ കുറച്ചുണ്ട്. അങ്ങനെയാണ് റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ വരയ്ക്ക് കിട്ടുന്ന ഗ്രഡേഷൻ കർവിനെ നമ്മൾ യൂണിഫോം ഗ്രഡേഷൻ കർവ് എന്ന് പറയും. ക്ലിയർ ആയോ? ഇത് വെൽ ഗ്രേഡഡ്, യൂണിഫോം, ഗ്യാപ്പ് ഗ്രേഡഡ്. ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ഹലോ, ഗ്രാഫ് വരയ്ക്കാം. ഇത് ഗ്രാഫ് വരച്ച് പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ചെയ്യിക്കാം. ഇനി നമ്മൾ ഈ ഗ്രഡേഷൻ കർവിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന 2 ടേമുകളുണ്ട്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റും കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറും. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റും കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറും. യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് CU വെച്ചിട്ടാണ്.
സി സഫിക്സ് യു. സി സഫിക്സ് യു ആണ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ d60/d10. d എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടിക്കിൾ സൈസാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സീവിൻ്റെ സൈസാണ് ക്യാപിറ്റൽ ലെറ്റർ ഡി. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? ആ സീവിൽ റീറ്റെയിൻ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ സൈസാണ്. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഡി കൊണ്ടാണ്. d60 എന്ന് പറഞ്ഞാൽ 60% ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾ. അതായത് നമ്മളൊരു സാമ്പിൾ എടുത്താൽ 60%ഉം അതിൽ കൂടുതലും ഫൈനസ് ഉള്ള പാർട്ടിക്കിൾ സൈസിനെയാണ് നമ്മൾ d60 എന്ന് പറയുക. 60%ഉം അതിൽ കൂടുതലും ഫൈനസ് ഉള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ d60 എന്ന് പറയുക. d10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കിൾ സൈസ് സച്ച് ദാറ്റ് 10% ഓഫ് ദ സോയിൽ ഈസ് ഫൈനർ ദാൻ ദിസ് സൈസ്. 10% കൂടുതലും എന്താണ്? നമ്മളെടുത്ത സാമ്പിളിൽ ഫൈനർ പാർട്ടിക്കിൾസ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് d10 എന്ന് പറയുക. d60 എന്ന് പറഞ്ഞാൽ 60% എന്താണ്? ഫൈനറാണ്. അതിന് d10ന് വേറൊരു പേരും കൂടെ പറയും, ഇഫക്റ്റീവ് സൈസ് എന്ന് പറയും. ഇനി എന്തിനാണ് നമ്മൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ, നമുക്ക് സി യുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് d60/d10 എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും സി യു. ആ സി യുൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടിയ സാമ്പിള് വെൽ ഗ്രേഡഡ് ആണോ, ഗ്രാവലാണോ, സാൻഡ് ആണോ, എങ്ങനെയുള്ള പാർട്ടിക്കിളാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളത് മനസ്സിലാവും. ഇനി സി യുൻ്റെ വാല്യൂ 2 <2 ആണെങ്കിൽ, 2ൽ താഴെയാണ് എങ്കിൽ യൂണിഫോം സോയിലായിരിക്കും. ഓക്കെ, സി യുൻ്റെ വാല്യൂ <2 ആണെങ്കിൽ യൂണിഫോം സോയിലായിരിക്കും. സാൻഡ് ആണ് നമ്മൾ സീവ് ചെയ്തത്. സപ്പോസ് സാൻഡ് പാർട്ടിക്കിളാണ് നമ്മൾ സീവ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ സി യുൻ്റെ വാല്യൂ എന്ന് പറയുന്നത് > 6 ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ അത് വെൽ ഗ്രേഡഡ് ആയിരിക്കും. ഇനി ഗ്രാവൽ പാർട്ടിക്കിളാണ് നമ്മൾ സീവ് അനാലിസിസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ സി യുൻ്റെ വാല്യൂ > 4 ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ വെൽ ഗ്രേഡഡ് ഗ്രാവൽ എന്ന് പറയും. ഓക്കെ, ഈ വാല്യൂ വെച്ചിട്ടാണ് സാൻഡും ഗ്രാവലും വെൽ ഗ്രേഡഡ് ആണോ എന്ന് പറയാം. സി യുൻ്റെ വാല്യൂ > 6ഉം സി യുൻ്റെ വാല്യൂ > 4. അടുത്തൊരു ടേം നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഗ്രഡേഷൻ, CC എന്ന് പറയും, വിച്ച് ഇസ് ഈക്വൽ ടു d30² / d60 × d10. d60 d10 പറഞ്ഞു, അതുപോലെ തന്നെയാണ് d30. 30% ഫൈനർ ആയിട്ടുള്ള കറസ്പോണ്ടിങ് പാർട്ടിക്കിൾ സൈസ്, അതാണ് d30. ഇനി CCയുടെ വാല്യൂ ഒരു നല്ലൊരു വെൽ ഗ്രേഡഡ് സോയിലാണെങ്കിൽ യൂഷ്വലി 1നും 3നും ഇടയിലായിരിക്കും CCയുടെ വാല്യൂ ലൈ ചെയ്യുക. ഗ്യാപ് ഗ്രേഡഡ് സോയിലാണെങ്കിൽ CU മാത്രമേ ഉണ്ടാവുള്ളൂ, CC നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, വെൽ ഗ്രേഡഡ് ആണെങ്കിൽ CCയുടെ വാല്യൂ 1നും 3നും ഇടയ്ക്കായിരിക്കും. ഗ്യാപ് ഗ്രേഡഡ് സോയിലാണെങ്കിൽ CU മാത്രമേ കാണുള്ളൂ, CC ഒരിക്കലും ഉണ്ടാവുകയുമില്ല. ക്ലിയർ ആയോ ഈ പറഞ്ഞ ടേമുകളൊക്കെ? ഹലോ, ഇത് ഗ്രാഫ് വരയ്ക്കാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഗ്രാഫ് വരച്ചിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറും കിട്ടി നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇതുപോലെ റിസൾട്ട് എഴുതി വയ്ക്കണം. ഓക്കെ, ഇൻ കേസ് പ്രോബ്ലം ചോദിച്ചാൽ. സീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഏത് സാമ്പിളാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള സീവ് നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എത്ര സോയിലാണോ സീവ് ചെയ്യേണ്ട ആ സോയിൽ എടുക്കുക, നമ്മൾ ആ സീവിൽ വയ്ക്കുക. എന്നിട്ട് ഈ സീവ് അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സീവ് ഷേക്കർ എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ട്, അതിൽ വയ്ക്കണം. 10 to 15 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, വൈബ്രേറ്റ് ചെയ്യണം. വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സോയിൽ സാമ്പിൾ ഓരോ സീവിലും റീറ്റെയിൻ ചെയ്യും. എന്നിട്ട് ഈ ഓരോ സീവിലും റീറ്റെയിൻ ചെയ്ത സാമ്പിളിൻ്റെ വെയിറ്റ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ ആ കാണിച്ച ടേബിൾ കംപ്ലീറ്റ് ആക്കണം. ആ ടേബിൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം സെമി ലോഗ് ഗ്രാഫ് വരയ്ക്കണം. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. എങ്ങനെ പ്ലോട്ട് ചെയ്യും? X ആക്സിസിൽ പാർട്ടിക്കിൾ സൈസും
വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനറും വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ നിന്നാണ് നമ്മൾ D60, D30, D10 കണ്ടുപിടിക്കും. എന്നിട്ടാണ് നമ്മൾ CUവും CCയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ് CU അനാലിസിസ് ചെയ്യുക. ഏകദേശം ഒരു ഐഡിയ. ഈ D60, D30, D10 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 60% ഫൈനസ് നമ്മൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ്. നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ വരയ്ക്കുന്ന ഗ്രാഫാണ് ഇത്. നമ്മളിത് വരച്ചതിന് ശേഷം നമുക്ക് D60 കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ 60% ഫൈനർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസിൽ നമ്മൾ സ്കെയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 60% ഫൈനസ് കാണും. ആ 60%-ന് നേരെ എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ ഗ്രാഫിൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യും. ആ ഗ്രാഫിൽ ടച്ച് ചെയ്ത് പോയിന്റ് നമ്മൾ വരച്ച ഗ്രാഫിൽ കർവിൽ ടച്ച് ചെയ്യും. ദെൻ നേരെ സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് വരയ്ക്കുക. ആ കിട്ടുന്ന പാർട്ടിക്കിൾ സൈസാണ് D60. 30% ആണെങ്കിൽ കറസ്പോണ്ടിങ് 30%-ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഗ്രാഫിൽ ടച്ച് ചെയ്യും. നേരെ നമ്മൾ താഴേക്ക് റീഡ് ചെയ്യുന്ന ആ പാർട്ടിക്കിൾ സൈസ് അതാണ് D30. അതുപോലെ D10. ഇത് 3 വാല്യൂയും ഗ്രാഫിൽ നിന്നാണ് കിട്ടുന്നത്. അത് കിട്ടിയിട്ടാണ് നമ്മൾ CUവും CCയും കണ്ടുപിടിക്കുന്നത്. ഇനി താഴെ അത് പറയാം. അത് നിങ്ങൾ സെമിലോഗ്രാഫ് വരച്ചതിന് കയ്യിൽ മേടിച്ച് കിട്ടിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ വരയ്ക്കുന്ന സ്കെയിലല്ല, ഇത് സെമിലോഗ് ഗ്രാഫാണ്. സെമിലോഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടോ നിങ്ങൾ? ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നിങ്ങൾ ഗ്രാഫ് മേടിച്ച് കഴിയുമ്പോൾ വ്യക്തമായിട്ട് കാണാം. ഈ മാർക്ക് ചെയ്തേക്കണം ഈ എൻഡിലൊരു 1 ആണ്. അതുപോലെ ഇങ്ങനെ 10 ഡിവിഷനുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9 കഴിഞ്ഞ് പിന്നെ വരുന്ന 1. ഇതിൻ്റെ ഇടയിൽ 10 ഡിവിഷൻസ് ഉണ്ട്. ഈ ഓരോ 10 ഡിവിഷൻ്റെ മെയിൻ 10 ഡിവിഷൻ്റെ ഇടയിൽ കൂടെ പിന്നെയും 10 ഡിവിഷനുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് 1 to 1 എന്തുണ്ട്, 100 ഡിവിഷൻസ് ഉണ്ട്. അത് എണ്ണി എടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചെടുക്കണം. അപ്പം ഈ ഗ്രാഫ് ഇങ്ങനെ ഇങ്ങോട്ട് പോകും തോറും അത് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് വരും. ഒരു 1നും വേണമെങ്കിൽ 100 ഡിവിഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്കെയിൽ ആ രീതിയിൽ ചൂസ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അത് ഞാൻ വരയ്ക്കുമ്പോൾ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം ഗ്രാഫ് കയ്യിലില്ല. ഗ്രാഫ് കയ്യിലില്ലാതെ ഇത് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ആഴ്ച ഗ്രാഫ് വരച്ചിട്ട് വരാം. അപ്പം ഞാൻ ഈ പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്യിക്കാം. ഓക്കെ, അന്നേരം കാണിച്ചു തരാം എങ്ങനെ സ്കെയിൽ ഫിക്സ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ആര്, ജോബിയോ ബ്ലെസ്സിയോ ആരെങ്കിലും ഹൈഡ്രോമീറ്റർ അനാലിസിസ് ഒന്ന് പറയുമോ? ഞാൻ കാണിച്ചു തരാം ഹൈഡ്രോമീറ്റർ അനാലിസിസ്. ആരാ പറയോ ഹൈഡ്രോമീറ്റർ അനാലിസിസ്? ജിജോയ്ക്ക് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ഹൈഡ്രോമീറ്റർ അനാലിസിസ് എനിക്ക് അറിയില്ല. ജിജോയ്ക്ക് അറിയേണ്ടതാണ്. ജിജോയ്ക്ക് അറിയോ? ജിജോ ആണ് മിസ്റ്റർ ലാബില്. വേറൊന്നുമില്ല. ഞാൻ ഇതാകെ കൂടി നമ്മളവിടെ യൂഷ്വലി ചെയ്യിക്കാറില്ല. ആകെ കൂടി ഒരു പ്രാവശ്യം ചെയ്യിച്ചിട്ടുള്ളൂ. ഒരു കുറച്ച് നാൾ മുന്നേ ചെയ്യിച്ചേക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. കാരണം ഞാൻ പറയുന്നേക്കാളും കുറച്ചും കൂടെ നന്നായിരിക്കും. ഞാൻ കുറച്ച് നാളായി ഈ സാധനം ഹൈഡ്രോമീറ്റർ ചെയ്യിക്കാറില്ല പൊതുവെ. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം. പക്ഷെ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്, ലാബിൽ ചെയ്യുന്ന പ്രൊസീജിയർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ജിജോ ഉണ്ടോ അവിടെ? പോയോ? ജിജോയുടെ മോന് സുഖമില്ലായിരുന്നു, ഹോസ്പിറ്റലിൽ പോയേക്കാണോന്ന് അറിയില്ല. ആണോ? ഓക്കെ, അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഞാൻ പറയാം. അടുത്ത ക്ലാസ്സിൽ ജിജോ കയറുമ്പോൾ ഒന്നോടൊന്ന് പറയാം. നമ്മൾ പറഞ്ഞു സെഡിമെന്റേഷൻ സീവ് അനാലിസിസോ പോട്ടെ. ഒരു സോയിലിൻ്റെ പാർട്ടിക്കിൾ സൈസ് നമ്മൾ ചെയ്യുമ്പം അല്ലെങ്കിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ നമ്മൾ സീവ് അനാലിസിസ് 2 സ്റ്റേജിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റേജായിരുന്നു സീവ് അനാലിസിസ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് സെഡിമെന്റേഷൻ അനാലിസിസ്. ഞാൻ ഇവിടെ പറഞ്ഞു, കാണിച്ചു തരാം. ഇത് ഒരു പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് ചെയ്യുമ്പം 2 സ്റ്റേജിലാണ് ചെയ്യുന്നത്. ആദ്യത്തെ സീവ് അനാലിസിസ്, രണ്ടാമത്തത് സെഡിമെന്റേഷൻ അനാലിസിസ്. സെഡിമെന്റേഷൻ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് 75 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിൾ സൈസിനാണ് നമ്മൾ സെഡിമെന്റേഷൻ അനാലിസിസ് ചെയ്യുക. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്.
ഇതിൻ്റെ പ്രൊസീജിയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ചോദിച്ചില്ലെങ്കിലും സെഡിമെൻറ്റേഷൻ അനാലിസിസ് തിയറി ആയിട്ടെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. സെഡിമെൻറ്റേഷൻ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് 2 മെത്തേഡിലൂടെ നമുക്ക് സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചെയ്യാം. ആദ്യത്തെ മെത്തേഡാണ് ഹൈഡ്രോമീറ്റർ അനാലിസിസ്, രണ്ടാമത്തെ മെത്തേഡാണ് പിപ്പറ്റ് മെത്തേഡ്. നമ്മൾ ആകെ ഹൈഡ്രോമീറ്റർ അനാലിസിസ് മാത്രമാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളൂ. ഹൈഡ്രോമീറ്റർ അനാലിസിസ് ആണ് നമ്മൾ ലാബിലും യൂഷ്വലി ചെയ്യുന്നത്. വളരെ റെയറായിട്ടാണ് അത് ചെയ്യിക്കാറുള്ളൂ, കാരണം കുറച്ച് ടൈം എടുക്കുക ചെയ്യാൻ. അപ്പോൾ നമ്മൾ വളരെ റെയറായിട്ടാണ് ഹൈഡ്രോമീറ്റർ ചെയ്യിക്കാറ്. ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്, അത് കാണാനൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സാധനമാണ്. ദെൻ ഒത്തിരി ടൈം എടുക്കും അത് ചെയ്യാൻ, അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് നോക്കിയേ ചെയ്യിക്കാറുള്ളൂ. അപ്പം സെഡിമെൻറ്റേഷൻ അനാലിസിസ് 2 മെത്തേഡ്, ഒരെണ്ണം ഹൈഡ്രോമീറ്ററും പിപ്പറ്റും. നമുക്ക് ഹൈഡ്രോമീറ്റർ മാത്രമേ പഠിക്കാനുള്ളൂ. ഇതിൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ, ഹൈഡ്രോമീറ്റർ ആവട്ടെ പിപ്പറ്റ് മെത്തേഡ് ആവട്ടെ, ഏറ്റവും ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോ ആണ്. ഈ സ്റ്റോക്സ് ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? FM-ൽ ഉണ്ടാവും. സ്റ്റോക്സ് ലോ കേട്ടിട്ടില്ല മിസ്സേ. ഓക്കെ, ഓൾറെഡി പറഞ്ഞു 75 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിൾസിനാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചെയ്യുക. അപ്പം സ്റ്റോക്സ് ലോ ആണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സ്റ്റോക്സ് ലോ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡ്, നമ്മളൊരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലൂയിഡിലുള്ള പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യും. എപ്പോഴും എന്താണ്, ഫ്ലോയിങ് ഫ്ലൂയിഡിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? സെറ്റിൽ ചെയ്യാൻ, അതൊന്ന് ഇക്വിലിബ്രിയത്തിൽ എത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടി എന്താ ചെയ്യണേ? ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒഴുക്കിനനുസരിച്ച് ഈ പാർട്ടിക്കിളിനെ ഒരു വലിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഈ വലിച്ചുകൊണ്ട് പോകുന്ന ആ ഡ്രാഗ് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഫോഴ്സ് വന്നാൽ മാത്രമാണ് എന്ത്, ഈ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ചെയ്യുള്ളൂ. അപ്പം ഈ ഡ്രാഗ് ഫോഴ്സിനെ ഓവർകം ചെയ്ത് ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? എപ്പോഴും സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എപ്പോഴാണോ ഈ വലിച്ചുകൊണ്ട് പോകുന്ന ഫോഴ്സിനെ ടെർമിനേറ്റ് ചെയ്ത് അതൊരു വെലോസിറ്റി അച്ചീവ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ തുടങ്ങുന്നത്, ആ വെലോസിറ്റീനെ നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയും. ഒരു പാർട്ടിക്കിൾ ഫ്ലോയിഡിൽ ഫ്ലോ ചെയ്യുമ്പം ഇനീഷ്യലി അത് നല്ല വെലോസിറ്റിയിലായിരിക്കും പോകുന്നത്. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈ വെള്ളത്തിലുള്ള ഒരു ഡ്രാഗ് ഫോഴ്സിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ഈ വെലോസിറ്റി എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി എത്തിക്കഴിയുമ്പോഴേക്കും ഇതും ഒരു പതുക്കെ ഒരു കോൺസ്റ്റൻറ്റ് മൂവ്മെൻറ്റിലേക്ക് എത്തും ആ പാർട്ടിക്കിൾ. ആ വെലോസിറ്റീനെയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുക. അങ്ങനെ ഒരു ടെർമിനൽ വെലോസിറ്റി ഈ പാർട്ടിക്കിൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ഒരു ഫർദർ മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അത് പതുക്കെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ഡൗൺ ചെയ്യും. അതാണ് സ്റ്റോക്സ് ലോ പറയുന്ന കണ്ടീഷൻ. സ്റ്റോക്സ് ലോ ഇത് പറയുന്നത്, എപ്പോഴും പറയുന്നത് ഒരു സ്പെറിക്കൽ പാർട്ടിക്കിൾ വെച്ചിട്ടാണ്. സ്പിയർ ഷേപ്പിലുള്ള പാർട്ടിക്കിളാണ് ഇങ്ങനെ ടെർമിനൽ വെലോസിറ്റി അച്ചീവ് ചെയ്യുന്നതും ആ ടെർമിനൽ വെലോസിറ്റിയുടെ ഇഫക്റ്റ് കൊണ്ട് ആ ഡ്രാഗ് ഫോഴ്സിനെ ഓവർകം ചെയ്ത് ഈ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മളൊരു സെഡിമെൻറ്റേഷൻ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പം ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല സോയിലുള്ള പാർട്ടിക്കിൾ സൈസ് സ്പിയർ ആണെന്ന്. പല ഷേപ്പിലുള്ള പാർട്ടിക്കിൾസ് കാണും. അപ്പം അതൊരു ഫ്ലോയിങ് ഫ്ലൂയിഡും അല്ല. നമ്മൾ സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചെയ്യുന്നത് ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിലും അല്ല. അപ്പം ഈ പറഞ്ഞ 2 കാര്യങ്ങൾ അതിനൊരു ഡ്രോബാക്ക് ആണ് ശരിക്കും. പക്ഷേ എങ്കിലും നമുക്കിത് ഈ ഒരു പ്രിൻസിപ്പിളിലല്ലാതെ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാനും പറ്റില്ല. ഇനി എങ്ങനെയാണ് ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ടെർമിനൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് ഈ എഴുതിയേക്കുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട. ഈ ഇക്വേഷനാണ് ടെർമിനൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ടെർമിനൽ വെലോസിറ്റി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യും? സെറ്റിൽ ഡൗൺ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം സെറ്റിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന വെലോസിറ്റി അല്ലെങ്കിൽ ടെർമിനൽ വെലോസിറ്റി എങ്ങനെ കിട്ടും? സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ പാർട്ടിക്കിൾ ഒരു ഹൈറ്റിൽ നിന്ന് T ടൈംസ് ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ ഫ്രീ ഫോൾ ചെയ്യുകയാണ്. ഫ്രീ ഫോൾ ചെയ്ത് കഴിയുമ്പം ഒരു നിശ്ചിത ടൈം കൊണ്ടായിരിക്കുമല്ലോ ഈ സാധനം താഴെ എത്തുന്നത്. അപ്പോൾ ആ പാർട്ടിക്കിളിനുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് കാണാനുള്ള ഇക്വേഷൻ ഇതായിരിക്കും, hc/60 × t. അപ്പം ഒരു ഫ്രീ ഫോൾ ചെയ്യുന്ന ഒരു ബോഡിയും ഈ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്ന ആ വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയണത് സ്റ്റോക്സ് ലോയിൽ. ഒരു ബോഡി
ഫ്രീ ഫോൾ ചെയ്യുകയാണ് ഒരു ഹൈറ്റ് എച്ചിൽ നിന്ന്. ആ ഫ്രീ ഫോൾ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന വെലോസിറ്റിയും ഈ ടെർമിനൽ വെലോസിറ്റി ഈക്വൽ ആകുന്ന സമയത്ത് എന്ത് പറ്റും? ഈ പാർട്ടിക്കിൾ സെറ്റിലാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ സെറ്റിലാകുന്ന കണ്ടീഷനാണ് ആ രണ്ട് വെലോസിറ്റിയും ഈക്വൽ ആകുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് പറയുന്ന ടേം കിട്ടും. ക്യാപിറ്റൽ ലെറ്റർ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് ഏത് സൈസിലുള്ള പാർട്ടിക്കിൾ ആണെന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി പാർട്ടിക്കിൾ സൈസ്. ആ പാർട്ടിക്കിൾ സൈസിന് ഡയമീറ്റർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോക്സ് ലോയുടെ പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഡയമീറ്റർ നമ്മൾ കാണാനുള്ള ഇക്വേഷൻ ഇത് 0.3 ഈറ്റ ഇൻറ്റു എച്ച് ഇ ബൈ ജി ഇൻറ്റു ജി മൈനസ് 1 റോ ഡബ്ല്യു ഇൻറ്റു ടി. ഈറ്റ എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റിയാണ്. എച്ച് എന്ന് പറഞ്ഞാൽ ആ ബോഡി ഫ്രീ ഫോളിൽ നിന്ന് ചെയ്യുന്ന ഹൈറ്റാണ്. ജി എന്ന് പറഞ്ഞാൽ ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്യാപിറ്റൽ ലെറ്റർ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. റോ ഡബ്ല്യു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ടി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ താഴെ എത്താൻ എടുക്കുന്ന ടൈം. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇഫക്റ്റീവ് ഡയമീറ്റർ കണ്ടുപിടിക്കും. ഓക്കെ ആണോ? ഈ എഫക്റ്റീവ് ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഏത് സൈസിലുള്ള പാർട്ടിക്കിളാണ് സെറ്റിലാകുന്നതെന്ന്. അതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊസീജിയറാണ് പറയാൻ പോകുന്നത്. ഇത് നമ്മൾ സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ. നമ്മൾ ഈ സെഡിമെൻറ്റേഷൻ അനാലിസിസിൽ നടക്കുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് ഇപ്പം ഞാൻ പറഞ്ഞ സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോയിൽ വെച്ചിട്ടാണ് ഈ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചെയ്യാൻ നേരത്ത് ആദ്യം നമ്മൾ ചെയ്യുന്നത് സോയിൽ നമ്മൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്യുകയാണ് ആദ്യം നമ്മൾ ചെയ്യണം. സെഡിമെൻറ്റേഷന് വേണ്ട സാമ്പിൾ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ ഉണ്ടാക്കുകയാണ് നമ്മൾ ഇനീഷ്യലി ചെയ്യുന്നത്. അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 50 ഗ്രാം ഓവൻ ഡ്രൈ ചെയ്ത സോയിൽ എടുക്കും. ഏത് സോയിൽ എടുക്കണം? നമ്മൾ സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചെയ്യുന്നത് 75 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിൾസിനാണ്. അപ്പം 75 മൈക്രോണിൽ കൂടെ സീവ് ചെയ്ത് കിട്ടുന്ന ആ സോയിൽ സാമ്പിൾ 50 ഗ്രാം നമ്മൾ എടുക്കണം. എന്നിട്ട് അതൊരു ഇവാപ്പറേറ്റിംഗ് ഡിഷുണ്ട്. ആ ഡിഷിലേക്ക് നമ്മൾ വയ്ക്കണം. ആ ഇവാപ്പറേറ്റിംഗ് ഡിഷിൽ നമ്മൾ 50 ഗ്രാം സോയിൽ എടുത്ത് വച്ചു. അതിനുശേഷം നമുക്കൊരു 100 ml ഡിസ്പേർഷൻ സൊല്യൂഷൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. 100 ml ഡിസ്പേർഷൻ സൊല്യൂഷൻ ഈ ഇവാപ്പറേറ്റിംഗ് ഡിഷിലേക്ക് ആഡ് ചെയ്യണം. ഇനി ഡിസ്പേർഷൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പേർഷൻ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യണേ. അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ 33 ഗ്രാം സോഡിയം ഹെക്സാമൈഡ് ഫോസ്ഫേറ്റും 7 ഗ്രാം സോഡിയം കാർബണേറ്റും നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യും. അല്ലെങ്കിൽ 33 ഗ്രാം സോഡിയം ഹെക്സാമേറ്റ് എടുക്കും, 7 ഗ്രാം സോഡിയം കാർബണേറ്റ് നമ്മൾ എടുത്തതിന് ശേഷം കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് 1 ലിറ്റർ സൊല്യൂഷൻ ആക്കി മാറ്റും. ആ 1 ലിറ്റർ സൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 100 ml ഡിസ്പേർഷൻ സൊല്യൂഷൻ ആ ഇവാപ്പറേറ്റിംഗ് ഡിഷിലേക്ക് ആഡ് ചെയ്തത്. ക്ലിയർ ആയോ? ആദ്യം സോയിൽ എടുക്കും, 50 ഗ്രാം സോയിൽ എടുക്കും. ആ സോയിൽ 75 മൈക്രോണിൽ കൂടെ സീവ് ചെയ്ത് കിട്ടുന്ന സോയിൽ വേണം എടുക്കാൻ. അതിനകത്തേക്ക് 100 ml ഡിസ്പേർഷൻ സൊല്യൂഷൻ ആഡ് ചെയ്യും. ഈ ഡിസ്പേർഷൻ സൊല്യൂഷൻ ഉണ്ടാക്കണത് എങ്ങനെയാണ്? 33 ഗ്രാം സോഡിയം ഹെക്സാമൈഡ് ഫോസ്ഫേറ്റും 7 ഗ്രാം സോഡിയം കാർബണേറ്റും എന്ത് ചെയ്യും? ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഇതിനകത്തേക്ക് ഒഴിച്ച് 1 ലിറ്റർ ആക്കിയതിന് ശേഷമാണ് ഡിസ്പേർഷൻ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ആ ഉണ്ടാക്കിയ ഡിസ്പേർഷൻ സൊല്യൂഷനിൽ നിന്നും 100 ml ആണ് നമ്മൾ ആ ഇവാപ്പറേറ്റിംഗ് ഡിഷിലേക്ക് ഒഴിക്കുക. ക്ലിയർ ആയോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ. ഈ ഇവാപ്പറേറ്റിംഗ് ഡിഷ് എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായി ഇളക്കണം. നന്നായി ഇളക്കി ലയിപ്പിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മെക്കാനിക്കൽ സ്റ്റിറിലേക്ക് ഒഴിക്കും. മെക്കാനിക്കൽ സ്റ്റിറുണ്ട്, അതിനകത്തൊരു കപ്പ് ഉണ്ടാവും. ആ കപ്പിലേക്ക് നമ്മൾ ഇവാപ്പറേറ്റിംഗ് ഡിഷിലുള്ള
സാധനം മൊത്തം ഒഴിക്കും. എന്നിട്ട് ആ മെക്കാനിക്കൽ ആ കപ്പിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഡിസ്റ്റിൽഡ് വാട്ടർ പിന്നെ ആഡ് ചെയ്യും. എന്നിട്ട് ഒരു 15 മിനിറ്റ് നന്നായി എന്ത് ചെയ്യും, സ്റ്റിർ ചെയ്യും. എന്നിട്ട് ഈ സസ്പെൻഷൻ നന്നായി ഒരു 15 മിനിറ്റ് സ്റ്റിർ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സ്പെസിമെൻ ഉണ്ടല്ലോ, ഈ സ്പെസിമെൻ നമ്മൾ വാഷ്ഡ് ഇൻറ്റു 1000 ml ജാർ, നമ്മൾ നന്നായി സ്റ്റിർ ചെയ്ത ഈ സാധനം ഒരു 1000 ml ജാറിലേക്ക് തിരിച്ചൊഴിക്കും. എന്നിട്ട് അതിനകത്തേക്ക് വീണ്ടും ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യും. എന്നിട്ട് 1000 ml ആക്കി നിർത്തും. 150 ഗ്രാം സോയിലും 100 ml ഡിസ്പെർഷൻ സൊല്യൂഷനും ആഡ് ചെയ്തത് മെക്കാനിക്കൽ സ്റ്റിറർ വയ്ക്കും. ആ സ്റ്റിററിൽ 3/4 പോർഷനോളം വെള്ളം ഒഴിച്ച് അതിനകത്തൊരു കപ്പുണ്ട്, ആ കപ്പിലേക്കാണ് നമ്മൾ ഇത് മാറ്റിയത്. എന്നിട്ട് ആ കപ്പിൽ 3/4 വെള്ളം നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് നന്നായി ഒരു 15 മിനിറ്റ്സ് സ്റ്റിർ ചെയ്യും. സ്റ്റിർ ചെയ്തതിന് ശേഷം ഈ സാധനം ഒരു ജാറിലേക്ക് മാറ്റും. ആ ജാറിൻ്റെ കപ്പാസിറ്റി 1000 ml ആണ്. അപ്പം 1000 ml ആക്കും എങ്ങനെ, ഈ മെക്കാനിക്കൽ കപ്പിൽ നിന്ന് അത് ആ ജാറിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്ത് ആ ജാറിൻ്റെ 1000 ml കപ്പാസിറ്റിയിലേക്ക് നമ്മുടെ ഈ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് സെഡിമെൻറ്റേഷന് വേണ്ട സസ്പെൻഷൻ ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോണേ ഉള്ളൂ ഹൈഡ്രോമീറ്റർ അനാലിസിസ്. ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ട സസ്പെൻഷൻ ഉണ്ടാക്കി. ഇനി ഹൈഡ്രോമീറ്റർ അനാലിസിസ്. ഇതാണ് ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഈ കാണിച്ചിരിക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ. ഇത് ഓക്കെ, ഇതിൻ്റെ സ്റ്റെം എന്ന് പറയും ഈ മാർക്കിങ്. ഇതിങ്ങനെ 0.0995 ഇങ്ങനെ ഇതാണ് ഈ റീഡിങ്ങിന് നമ്മൾ, ഇത് സ്റ്റെമ്മാണ്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലാണ് വരുന്നത്. ഇതിൻ്റെ എൻഡ് പോയിൻ്റഡാണ്. ഈ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാൻ കാരണം ഇതിൻ്റെ എക്സാക്റ്റ് സെൻറ്ററാണ്. ഈ പോയിന്റിലെ പാർട്ടിക്കിളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മൾ യൂഷ്വലി മെഷർ ചെയ്യുന്നത്. ആ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഏതാണ് സെറ്റിൽ ചെയ്തതെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഹൈഡ്രോമീറ്റർ. ഇതാണ് ഹൈഡ്രോമീറ്റർ. നമ്മൾ പാർട്ടിക്കിളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹൈഡ്രോമീറ്റർ വഴി നമ്മൾ ടെസ്റ്റിംഗ് വഴി കണ്ടുപിടിക്കുന്നത്. ആ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പാർട്ടിക്കിൾ സൈസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഹൈഡ്രോമീറ്റർ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ലോങ് സ്റ്റെം ഉണ്ട്, അതിനകത്ത് റീഡിങ്സ് ഉണ്ട്. അപ്പം ഈ റീഡിങ് ഇങ്ങനെയാണ് 0.995 തൊട്ട് ഏകദേശം ഒരു 1.030 ഇങ്ങനെയായിരിക്കും യൂഷ്വലി ഒരു സ്റ്റെമ്മിൽ മാർക്കിങ് വരിക. ഈ റീഡിംഗ് ഇല്ലേ 0.9951, അതിനെ നമ്മൾ RH റീഡിംഗ് എന്ന് പറയും. ഹൈഡ്രോമീറ്റർ റീഡിംഗ്, RH റീഡിംഗ് എന്നാണ് നമ്മൾ യൂഷ്വലി പറയുന്നത്. ഇത് എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മൾ സസ്പെൻഷൻ സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹൈഡ്രോമീറ്റർ സസ്പെൻഷൻ സൊല്യൂഷനിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിടും. ഡിപ്പ് ചെയ്ത് കുറേ ടൈം നേരത്തേക്ക് നമ്മൾ നോക്കും ഇത് എത്രത്തോളം ഈ വാട്ടർ ലെവൽ ഇങ്ങനെ മാറി ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ടെന്ന്. അതിനനുസരിച്ച് ഈ സെൻറ്റർ എന്ത് ചെയ്യും, താഴേക്ക് പോന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് നോക്കി കഴിയുമ്പോൾ ഈ സെൻറ്റർ നോക്കിയുമ്പോൾ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കും, ലെവൽ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. അപ്പോൾ ആ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ സെൻറ്ററിലുള്ള സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ടൈമിലാണോ നമ്മൾ ഈ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പം ആ പോയിന്റ് തൊട്ടുള്ള പാർട്ടിക്കിളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും നമ്മൾ മെഷർ ചെയ്ത് കിട്ടുന്നത്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഹൈഡ്രോമീറ്റർ നമ്മൾ ചെയ്യുന്നതിന് ഇനീഷ്യലി നമ്മളിതിന് കാലിബ്രേഷൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ സാമ്പിൾ ഉണ്ടാക്കി വെച്ചു, സസ്പെൻഷൻ ഉണ്ടാക്കി വെച്ചു. ഇനി ഹൈഡ്രോമീറ്ററിൽ കിട്ടുന്ന റീഡിങ് വളരെ ആക്യുറേറ്റ് ആണോ എന്ന് നമ്മൾ മെഷർ ചെയ്യണം. അങ്ങനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ ചെയ്യുന്ന മെത്തേഡാണ് കാലിബ്രേഷൻ. ആ കാലിബ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. കാലിബ്രേഷൻ ചെയ്യുന്നത് കാലിബ്രേഷനാണ് ചെയ്യുന്നത്.
കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സെൻറ്ററിലെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനർത്ഥം ഏത് ഡെപ്തിലാണ് ഈ പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്തതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഏത് ഡെപ്തിൽ ഏത് സ്പെസിഫിക് ഗ്രാവിറ്റിയിലുള്ള പാർട്ടിക്കിളാണ് സെറ്റിൽ ചെയ്തത്, അതാണ് നമ്മൾ യൂഷ്വലി ഈ ഹൈഡ്രോമീറ്റർ വഴി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കാലിബ്രേഷനാണ് ചെയ്യണേ. കാലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു 1000 ml ഒരു ജാർ എടുക്കും. അതിൽ എന്ത് ചെയ്യും, ഡിസ്റ്റിൽഡ് വാട്ടർ, കംപ്ലീറ്റ്ലി വെള്ളം മാത്രം, നമ്മുടെ സൊല്യൂഷൻ അല്ല, വാട്ടർ മാത്രം നമ്മൾ ഫില്ല് ചെയ്യും. അപ്പം ഇനീഷ്യലി വാട്ടറിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ AB, രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, AB. ആ ഹൈറ്റാണ് HE, അതായത് ഈ എഫക്റ്റീവ് ഹൈറ്റിലുള്ള പാർട്ടിക്കിളാണ് സെറ്റിൽ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പം ഈ ഹൈറ്റിലുള്ള പാർട്ടിക്കിളാണ് നമ്മൾ സെറ്റിൽ ചെയ്യിച്ചാണ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനീഷ്യൽ ലെവൽ AB നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ എന്ത് ചെയ്യും, ഈ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് മുക്കും. ഡിസ്റ്റിൽഡ് വാട്ടറിൽ മുക്കുമ്പോൾ എന്ത് പറ്റും, A എന്നുള്ള ലെയർ എന്താവും, A' ആവും, B എന്നുള്ളത് എന്താവും, B' ആവും. അപ്പോൾ ഈ ലെവൽ എന്ത് ചെയ്യും, മാറ്റം വരും. ഓക്കെ, വെള്ളത്തിലേക്ക് ഹൈഡ്രോമീറ്റർ ഇറക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഹൈഡ്രോമീറ്ററിൻ്റെ അതേ വോളിയത്തിലുള്ള വാട്ടർ എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും. അതാണ് ലെവലിലുള്ള വ്യത്യാസം വരാനുള്ള കാരണം. ആ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കും. ആ ഇഫക്റ്റീവ് ഡെപ്ത് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്, ക്യാപിറ്റൽ H പ്ലസ് H/2 മൈനസ് VH/A പ്ലസ് VH/2A. അതിൽ ക്യാപിറ്റൽ H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി ക്യാപിറ്റൽ H പ്ലസ് H/2, അതിവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഈ ഹൈഡ്രോമീറ്ററിൻ്റെ പൊങ്ങിയ ലെവൽ ഉണ്ടല്ലോ, A', B', ആ ലെവൽ തമ്മിലുള്ള ഹൈറ്റാണ് H പ്ലസ് H/2. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഇഫക്റ്റീവ് ഡെപ്താണ്. ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ആ വാട്ടറിനുള്ള ലെവൽ AB, ആ ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. ആ ഹൈറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഈ സ്റ്റെം അല്ലെങ്കിൽ ഈ ഹൈഡ്രോമീറ്റർ നമ്മൾ ഇമേഴ്സ് ചെയ്യും. ഇമേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ലെവൽ മാറും. ആ ലെവൽ തമ്മിലുള്ള പുതിയ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ A', B' ആണ്. ആ ഹൈറ്റ് നമുക്കറിയാം HE പ്ലസ് H/2 ആണ്. ആ ഹൈറ്റിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം, ഈ സൈഡിൽ A എന്നുള്ളത് A' ആയി, B എന്നുള്ളത് B' ആയി. അപ്പോൾ അത്രയും വോളിയം വാട്ടറിൽ വ്യത്യാസം വന്നു. ആ വോളിയം എന്ത് ചെയ്യണം, VH/A എന്ന് പറയുന്നത് കുറച്ച് കളയണം, അതിൻ്റെ കൂടെ ഈ VH/2A ആഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഇഫക്റ്റീവ് ഡെപ്ത് നമുക്ക് കിട്ടും. ഈ ഇഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈറ്റിലുള്ള, അതായത് ഈ HE ഹൈറ്റിൽ എവിടെയോ ആണ് ആ പാർട്ടിക്കിൾ സെറ്റിലാവണത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഹൈഡ്രോമീറ്റർ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈഡ്രോമീറ്റർ റീഡിംഗ് നമ്മൾ പറഞ്ഞു RH റീഡിംഗ് എന്നാണ് നമ്മൾ പറയണത്. ആ RH റീഡിംഗ് നമുക്ക് യൂഷ്വലി കിട്ടുന്നത് 1.015, 1.995 അല്ലെങ്കിൽ 1.00602 അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടണത്. അപ്പം നമുക്കൊരു ഹൈഡ്രോമീറ്റർ റീഡിംഗ് നമ്മൾ ആ സ്റ്റെമ്മിൽ നിന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ മാറ്റി എഴുതണം. കിട്ടിയ ഹൈഡ്രോമീറ്റർ റീഡിംഗ് -1 × 1000 ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. ആ കിട്ടുന്ന വാല്യൂ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പം സസ്പെൻഷനിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് നമുക്ക് ആ RH റീഡിംഗ് ആയിട്ട് കിട്ടുന്നത്. RH റീഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് -1 കുറച്ച് കളയണം, ×1000. നമ്മൾ 1000 ml സൊല്യൂഷൻ അല്ലേ എടുത്തിരിക്കുന്നത്, അപ്പോൾ ×1000 ചെയ്യുമ്പം നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ഇനി ഇതിൻ്റെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാലിബ്രേഷൻ ചാർട്ട് ഉണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യും. കാലിബ്രേഷൻ ചാർട്ടിൽ നമ്മൾ ഹൈഡ്രോമീറ്റർ റീഡിംഗ് നോക്കും. ആ ഹൈഡ്രോമീറ്റർ റീഡിംഗ് വെച്ചിട്ട് ഇഫക്റ്റീവ് ഡെപ്ത് എത്രയാണ്, ഏത് ഡെപ്തിലുള്ള പാർട്ടിക്കിളാണ് സെറ്റിൽ ചെയ്യുന്നത് നമ്മൾ ഈ കാലിബ്രേഷൻ കർവിൽ നിന്നാണ് റീഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു 1000 ml സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ,
ഇതുപോലെ ഒരു 1000 ml സസ്പെൻഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഹൈഡ്രോമീറ്റർ ഇങ്ങനെ ഡിപ്പ് ചെയ്യും. ഹൈഡ്രോമീറ്റർ T1 ആകുമ്പം, T2 ആകുമ്പം, T3 ആകുമ്പം, T4 ആകുമ്പം ഈ ഓരോ ഹൈറ്റും എന്ത് ചെയ്യും? താന്ന് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഈ ഓരോ ഹൈറ്റിലും ഈ RH റീഡിങ് എത്രയാണെന്ന് ഓരോ ടൈമിലും ഈ ഇഫക്റ്റീവ് ഡെപ്ത് എത്രയാണെന്ന് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? HE കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? RH റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പാർട്ടിക്കിളിൻ്റെ സൈസ് കണ്ടുപിടിക്കാം. പാർട്ടിക്കിളിൻ്റെ സൈസ് കണ്ടുപിടിച്ചാൽ നമുക്ക് പറയാം ഏത് ഡെപ്തിലാണ് ആ പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യുന്നത്, അതായത് എത്ര ഡെപ്തിലുള്ള പാർട്ടിക്കിളാണ് സെറ്റിൽ ചെയ്തേക്കുന്നതെന്ന്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ കാലിബ്രേഷൻ ചാർട്ടിൽ നിന്നാണ്. എങ്ങനെയാണ് ഹൈഡ്രോമീറ്റർ അനാലിസിസ് നമ്മൾ ചെയ്യണം? ഞാനൊരു വീഡിയോ ഇട്ട് തരാം, നിങ്ങളത് കണ്ടു നോക്കുക. ജിജോ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇത് പറയാം. ഇത് സിമ്പിൾ പ്രൊസീജിയറാണ്, പക്ഷെ പറയുമ്പം ഇത്രയും കാര്യങ്ങൾ പറയണം. നമ്മൾ ഈ സസ്പെൻഷൻ സൊല്യൂഷൻ ഉണ്ടാക്കി ഈ ഹൈഡ്രോമീറ്റർ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഓരോ ടൈമിലും എത്ര ഡെപ്തിലേക്ക്, അതായത് ഈ RH റീഡിങ്, ആ സ്റ്റെമ്മിൻ്റെ റീഡിങ് വെച്ചിട്ടാണ് നമ്മളിത് എത്ര താഴേക്ക് ഈ ഹൈഡ്രോമീറ്റർ താഴേക്ക് ഇറങ്ങി പോന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഓരോ ടൈമിലും നമ്മളിത് റീഡിങ് എടുത്തതിന് ശേഷം നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യണത്. സാധാരണ ആ കാലിബ്രേഷൻ ചാർട്ട് വെച്ചിട്ട് ഓരോ ഡെപ്തിലും എത്രത്തോളം സെറ്റിലായി എന്നുള്ളത്, അതായത് കാലിബ്രേഷൻ ആ ചാർട്ടിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രോമീറ്റർ റീഡിങ് കിട്ടും, അതിനനുസരിച്ച് എഫക്റ്റീവ് ഡെപ്ത് എവിടെയാണെന്ന് നോക്കും. ആ ഇഫക്റ്റീവ് ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ പാർട്ടിക്കിളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണെന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചെയ്യാം. ഇതിൻ്റെ പ്രൊസീജിയർ എപ്പോഴും ചോദിക്കാറുണ്ട്. ഹൈഡ്രോമീറ്റർ അനാലിസിസ് ചോദിക്കുമ്പം മാർക്കിനനുസരിച്ച് സ്റ്റോക്സിലോ എഴുതണം. ഇല്ല എങ്കിൽ നമ്മൾ ഹൈഡ്രോമീറ്റർ എന്താണെന്നും അതിൻ്റെ കാലിബ്രേഷൻ എങ്ങനെയാണ്, അതിൻ്റെ സസ്പെൻഷൻ സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കണേ, ദെൻ പ്രൊസീജിയർ എങ്ങനെയാണ് ഉണ്ടാക്കണം ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ എഴുതി വേണം ഹൈഡ്രോമീറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണുമെന്ന് തോന്നുന്നു. ഞാനൊരു വീഡിയോ ഇട്ട് തരാം, നിങ്ങളത് കണ്ടു നോക്കാം. ഇനി ജോബിന്റെ പ്രൊസീജിയർ ഇട്ടുണ്ട് മിസ്സേ, അതൊന്ന് വായിച്ചാൽ മതിയെന്ന് തോന്നുന്നു ഗ്രൂപ്പിൽ. ഇത് മലയാളത്തിലാക്കിയിട്ടിട്ടുണ്ട്. ഇത് ഓരോ റീഡിങ്ങും എടുത്ത് നമ്മൾ എന്നിട്ട് കറക്ഷൻ ചെയ്യും. ഹൈഡ്രോമീറ്റർ കറക്ഷൻ എന്ന് പറയും. 3 കറക്ഷൻ ഉണ്ട്. ആദ്യത്തെ കറക്ഷൻ മെനിസ്കസ് കറക്ഷനാണ്. നമുക്ക് കിട്ടുന്ന റീഡിങ് കറക്ഷൻ കൊടുക്കണം, അതായത് ഹൈഡ്രോമീറ്ററിന് കിട്ടുന്ന ആ RH റീഡിങ്ങിന് കറക്ഷൻ കൊടുക്കണം. അപ്പോൾ മെനിസ്കസ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ഇങ്ങനെ ആ സ്റ്റെമ്മുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന മെനിസ്കസ് ഉണ്ട്. ആ മെനിസ്കസ് കറക്റ്റ് ആയിരിക്കണം നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും എറർ സംഭവിക്കാം. അപ്പോൾ ആ കറക്ഷൻ നമ്മൾ കൊടുക്കണം. അതാണ് മെനിസ്കസ് കറക്ഷൻ. അത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഓരോ ഹൈഡ്രോമീറ്ററിനും മെനിസ്കസ് കറക്ഷൻ ഇത്ര വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ മെനിസ്കസ് കറക്ഷൻ എത്രയാണോ അത് എടുത്ത റീഡിങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് ഫൈനൽ RH റീഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ടെമ്പറേച്ചറാണ്. നമ്മൾ സാധാരണ ഒരു നോർമൽ ടെമ്പറേച്ചറിലാണ് 27 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ ഹൈഡ്രോമീറ്റർ നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ടെമ്പറേച്ചർ കറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. നമ്മൾ ടെമ്പറേച്ചർ ഹൈഡ്രോമീറ്റർ കാലിബ്രേറ്റ് ചെയ്തേക്കുന്ന 27 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പം നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്, അതായത് ഹൈഡ്രോമീറ്റർ അനാലിസിസ് നടത്താൻ പോകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27ൽ കുറവാണ് എങ്കിൽ, ആ പ്ലേസിലെ ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അവിടെ കൊടുക്കേണ്ട കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. 27ൽ കൂടുതലാണെങ്കിൽ പോസിറ്റീവ് വേണം ടെമ്പറേച്ചർ കറക്ഷൻ കൊടുക്കാൻ. അടുത്തത് ഡിസ്പെർഷൻ ഏജൻ്റ് ആണ്. ഡിസ്പെർഷൻ ഏജൻറ്റ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് മൈനസ് ആയിരിക്കും. സസ്പെൻഷൻ നമ്മൾ ഉണ്ടാക്കി, ആ സസ്പെൻഷൻ ഉണ്ടാക്കുമ്പോൾ ചെറിയ എറർ സംഭവിക്കാം. ആ സസ്പെൻഷൻ്റെ പ്രോപ്പർ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതൽ കാണിക്കാം, നമുക്ക് കിട്ടേണ്ട റീഡിങ്ങിനേക്കാൾ കൂടുതൽ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പെർഷൻ ഏജൻറ്റിനും കറക്ഷൻ കൊടുക്കണം. അതാണ് CD. അത് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഒരു ഹൈഡ്രോമീറ്റർ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ ആ ഹൈഡ്രോമീറ്ററിൻ്റെ കൂടെ മെനിസ്കസ് കറക്ഷൻ കൊടുക്കണം. അത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കറക്ഷൻ കൊടുക്കണം. അത് പ്ലസ്സോ മൈനസോ, ടെമ്പറേച്ചർ കൂടുതലാണോ കുറവാണോ നോക്കി അതിനനുസരിച്ച് പോസിറ്റീവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കറക്ഷൻ കൊടുക്കണം. ദെൻ ഡിസ്പെർഷൻ ഏജൻറ്റ് കറക്ഷൻ, അത് ഓൾവേസ് മൈനസ് ആയിരിക്കും. ഇനി ഈ ഹൈഡ്രോമീറ്റർ റീഡിങ്ങും നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പെർസെൻറ്റേജ് ഫൈനർ പഠിച്ചു. ഇത് തമ്മിലൊരു റിലേഷനുണ്ട്, അത് കാണാനുള്ള ഇക്വേഷനാണിത്. ഹൈഡ്രോമീറ്റർ റീഡിംഗ് വഴി നമുക്ക്
സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഫൈനർ കണ്ടുപിടിക്കാം. എത്രത്തോളം ഫൈനസ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആ സാമ്പിളിൽ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുള്ള ഇക്വേഷനാണിത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രോമീറ്റർ. ഞാൻ ആ വീഡിയോ ഇടാം, നിങ്ങൾ ഈ മലയാളത്തിൽ എഴുതിയേക്കുന്ന വായിച്ച് നോക്കുക. 15:38 എപ്പോൾ കയറും? 9 മണി. ഓക്കെ, 9 മണിയാകുമ്പോൾ കയറണേ. ബ്രേക്കിന് പോയിട്ട് പോരെ. ഇനി ഒരു കാര്യം ചെയ്യാം, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ പ്രോബ്ലംസ് ചെയ്യാം. ഈ ഹൈഡ്രോമീറ്ററിൻ്റെ പ്രോബ്ലം ഉണ്ട്, സീവ് അനാലിസിസിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ ആ തിയറിയും കൂടെ പറഞ്ഞിട്ട് നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ പ്രോബ്ലം ചെയ്തിട്ട് നിർത്താം. ഇനി ഹൈഡ്രോമീറ്റർ അനാലിസിസ് നമ്മൾ പറഞ്ഞു, അതിന് സെഡിമെൻറ്റേഷൻ അനാലിസിസിന് രണ്ടുമൂന്ന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആദ്യത്തെ ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞു, നമ്മൾ ശരിക്കും സ്റ്റോക്സ് ലോ പറയുന്ന സ്പെറിക്കൽ ഷേപ്പിലുള്ള പാർട്ടിക്കിൾ ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിൽ ടെർമിനൽ വെലോസിറ്റി അച്ചീവ് ചെയ്ത് അത് സെറ്റിൽ ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ സെഡിമെൻറ്റേഷൻ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ഫ്ലോയിങ് ഫ്ലൂയിഡിലൊന്നുമല്ല, പിന്നെ നമ്മുടെ സോയിൽ സസ്പെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എക്സാക്ട്ലി ഒരു സ്പിയർ ഷേപ്പിലുള്ള പാർട്ടിക്കിളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതൊരു ഡ്രോബാക്കാണ്. രണ്ടാമത്തത് ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ് ഓരോ പാർട്ടിക്കിൾ സൈസിനനുസരിച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഒരിക്കലും എക്സാക്ട് സൈസിലുള്ള പാർട്ടിക്കിൾ സൈസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയെ കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഡെപ്തിന് കറസ്പോണ്ടിങ് ആണ് ആ സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് കിട്ടുന്നത്. അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ ആ സൈസുമായിട്ട് മാച്ച് ചെയ്ത് പോകുമെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ദെൻ സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത് ശരിക്കും വാലിഡ് ആയിട്ടുള്ളത് ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിലാണ്. അപ്പം നമ്മളിത് ജാറിൽ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റേതായ ഡ്രോബാക്ക് അതിനുണ്ട്. അപ്പോൾ ഈ വോളിൽ നിന്ന് ആ ലിക്വിഡിൻ്റെ ജാറ് ഒരു പ്രഷർ വാട്ടറിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുകൊണ്ട് നമുക്ക് അത്ര പ്രോപ്പർ ആയിരിക്കില്ല, റിസൾട്ട് കിട്ടുന്നതിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി അടുത്തത് സ്റ്റോക്സ് ലോയിൽ നമ്മൾ പറഞ്ഞു സ്പെറിക്കൽ ഷേപ്പിലുള്ള പാർട്ടിക്കിളാണ് സെറ്റിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അതൊരിക്കലും സ്പെറിക്കൽ ഷേപ്പിലാവണം എന്നുള്ള പാർട്ടിക്കിൾ ആവണമെന്നില്ല. നമ്മൾ സെഡിമെൻറ്റേഷനിൽ ചെയ്യുമ്പം സൈസിനുള്ള ഷേപ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇനി സെഡിമെൻറ്റേഷൻ അനാലിസിസ് നമ്മൾ 0.2 mm കൂടുതലുള്ള ഒരു പാർട്ടിക്കിൾ സൈസിന് നമുക്കൊരിക്കലും സെഡിമെൻറ്റേഷൻ അനാലിസിസ് വഴി നമുക്ക് പാർട്ടിക്കിൾ സൈസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി 0.2 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിൾസിനും നമുക്ക് 0.2 മൈക്രോണിൽ താഴെയുള്ള പാർട്ടിക്കിളിനും സെഡിമെൻറ്റേഷൻ അനാലിസിസ് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ പാർട്ടിക്കിളിന് ബ്രൗണിയൻ മൂവ്മെൻ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതായത് ആ പാർട്ടിക്കിൾ ഇങ്ങനെ സെറ്റിൽ ചെയ്യാതെ ഇങ്ങനെ പതുക്കെ ചെറിയൊരു വെലോസിറ്റിയിൽ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ലാസ്റ്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ഇതാണ്. സെഡിമെൻറ്റേഷൻ അനാലിസിസ് ചോക്കി സോയിൽസ്, അതായത് കാൽഷ്യം കാർബണേറ്റ് കണ്ടന്റ് ഉള്ള സോയിൽസിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സെഡിമെൻറ്റേഷൻ നമ്മൾ അങ്ങനെ ഒരു സോയിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ കാൽഷ്യം കാർബണേറ്റ് ഉള്ളതുകൊണ്ട് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സോയിലിന് നമുക്കിത് ഡിഫിക്കൽട്ടായിരിക്കും. ഇത്രയുമാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഈ ലിമിറ്റേഷനും ഒരു തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഇതിൻ്റെ പ്രോബ്ലം, അത് നമുക്ക് അടുത്ത ഈ പ്രോബ്ലം ഒന്ന് എഴുതാമോ? ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതണം മിസ്സേ, ലാസ്റ്റ്. ഓക്കെ. മിസ്സേ, ആ മിസ്സിന്റെ യൂട്യൂബിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാമോ? ഇടാം. ഞാൻ അപ്ലോഡ് ചെയ്ത് തീർന്നില്ല. ഒരു 2 വീഡിയോ കൂടെ കയറ്റിയിടാനുണ്ട്. അതൊക്കെ കൂടെ കയറ്റിയിട്ടിട്ട് ഇന്നത്തെ ഈ വീഡിയോ കൂടെ കയറ്റി ഇതുവരെയുള്ള എല്ലാ വീഡിയോ കൂടെ കയറ്റിയിട്ടിട്ട് ഞാൻ തിങ്കളാഴ്ചത്തേക്ക് ലിങ്ക് ഇട്ടേക്കാം. നോക്കട്ടെ, ഇന്ന് കയറ്റി തീരുവാണെങ്കിൽ നാളത്തേക്ക് ഇടാം, ഇല്ലെങ്കിൽ തിങ്കളാഴ്ചത്തേക്ക്. കാരണം ഇത് കയറാൻ കുറച്ച് സമയം എടുക്കുകയും 1 മണിക്കൂറോ 1.5 മണിക്കൂറോളം ഉണ്ടല്ലോ. ഞാൻ കട്ട് ചെയ്യോ ട്രിം ചെയ്യോ ഒന്നും ചെയ്യാതെ അതിനകത്ത് അതേപടി കയറ്റിയിടുക ചെയ്യണേ. അപ്പം ഇത് ഇത്തിരി ടൈം എടുക്കും ചിലത് കയറാൻ. ഞാൻ ചെയ്ത് ഇട്ടരാം. ക്വസ്റ്റ്യൻ എഴുതിയോ? ഇതിൻ്റെ പ്രോബ്ലം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പ്രോബ്ലം നമുക്ക് ഇതിൽ ചോദിക്കാം. അത് മാത്രമേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്നത് ഹൈഡ്രോമീറ്റർ അനാലിസിസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇത് 15 സ്കീമിൽ ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അതിനുശേഷം ഞാൻ പ്രോബ്ലം ചോദിച്ച് അങ്ങനെ അധികം കണ്ടിട്ടില്ല. തിയറിയാണ് കൂടുതൽ ചോദിച്ച് കണ്ടേക്കുന്നത്. ഇനി ഒരു ഹൈഡ്രോമീറ്റർ അനാലിസിസ് നടത്തി 50 ഗ്രാം സോയിലെടുത്ത് 1000 ml ഒരു സസ്പെൻഷൻ ഉണ്ടാക്കി. അപ്പം ഹൈഡ്രോമീറ്റർ റീഡിങ് നമ്മൾ മെഷർ ചെയ്തു 60 മിനിറ്റിന് ശേഷമാണ്. അതായത് നമ്മൾ ഹൈഡ്രോമീറ്റർ ഇട്ടു, അതൊന്ന് സീറ്റിംഗ് ആയി 60 മിനിറ്റ്സ് കഴിഞ്ഞതിന് സെഡിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ റീഡിങ് എടുത്തത്. അപ്പോഴത്തെ RH റീഡിങ് പറഞ്ഞാൽ 1.010 ആണ്. ആ ടൈമിലുള്ള എഫക്റ്റീവ് ഡെപ്ത്, അതായത് ഈ 1.010 എന്ന് പറയുന്ന ഹൈഡ്രോമീറ്റർ റീഡിങ് കിട്ടുന്നത് അതിൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത് 108 mm അങ്ങനെയാണെങ്കിൽ നമ്മളോട് പാർട്ടിക്കിൾ സൈസ് എത്രയാണ്, 60 മിനിറ്റ്സിൽ ഉണ്ടായിരുന്ന പാർട്ടിക്കിളിൻ്റെ സൈസ് എത്രയാണ്, അതിന് കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ഫൈനർ എത്രയാണ്, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്, വിസ്കോസിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ തന്ന കാര്യങ്ങൾ ആദ്യം എഴുതുക, എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്നുള്ളത്. ഓക്കെ, ഞാൻ ഈ പേജ് മാറ്റാണ്. ഓക്കെ, ഫസ്റ്റ് എന്താ തന്നിരിക്കണേ? പോയിസൺസ് റേഷ്യോ വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. വിസ്കോസിറ്റി എത്രയാണ്? 0.0 എത്രയായിരുന്നു? വിസ്കോസിറ്റി തന്നിട്ടുണ്ട് 0.001 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതിൽ നമ്മൾ എഴുതുമ്പം പോയിസിലാക്കി വേണം എഴുതാൻ. അപ്പം 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 പോയിസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര പോയിസ് ആയിരിക്കും? എത്ര പോയിസ് ആയിരിക്കും? 0.01 പോയിസ് ആയിരിക്കും. അപ്പോൾ ഈ പോയിസിൽ വേണം വിസ്കോസിറ്റിയുടെ ഇതെഴുതാൻ. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് മാസ് ഓഫ് സോയിലാണ്. 50 ഗ്രാം സോയിലാണ് നമ്മൾ മെഷർ എടുത്തത്. ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അത് മിനിറ്റ് തന്നെ എഴുതിയാൽ മതി. ദെൻ പിന്നെ എന്താണ്? ഹൈഡ്രോമീറ്റർ റീഡിങ് തന്നിട്ടുണ്ട് RH 1.010. ഇഫക്റ്റീവ് ഡെപ്ത് ഹൈറ്റ് തന്നിട്ടുണ്ട് 108 മില്ലിമീറ്റർ ആണ്.
അത് നമ്മൾ സെൻറ്റിമീറ്ററിൽ എഴുതണം. അപ്പോൾ 10.8 സെൻറ്റിമീറ്റർ. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.7. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ ആണോ? യെസ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇഫക്റ്റീവ് ഡയമീറ്റർ കാണാനാണ് ഡി. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. 0.3 ഇൻറ്റു വിസ്കോസിറ്റി ഇൻറ്റു HE ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ G ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ G -1 റോ W ഇൻറ്റു ടൈം. ഇതാണ് ഇക്വേഷൻ. എല്ലാ വാല്യൂസും അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇഫക്റ്റീവ് ഡയമീറ്റർ കിട്ടും. ഇനി നിങ്ങൾക്ക് വരുന്ന സംശയം G എഴുതണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ നമ്മൾ സെൻറ്റിമീറ്ററിലാണ്. നമ്മൾ എന്താ ശരിക്കും 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? അത് നമ്മൾ സെൻറ്റിമീറ്ററിൽ വേണം എഴുതാനായിട്ട്. സെൻറ്റിമീറ്റർ സെക്കൻഡിലേക്ക് ഇതിലേക്ക് ആക്കി എഴുതണം. അപ്പോൾ നമ്മൾ 981 എന്ന് വരും. 981 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. പിന്നെ ഉള്ളത് ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പം അത് നമ്മൾ 1 gram per cc ക്യൂബിക് മീറ്ററിൽ വേണം എഴുതാൻ, സെൻറ്റിമീറ്റർ ക്യൂബിൽ വേണം എഴുതാൻ. അതുകൊണ്ട് 1 gram per cc. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് പാർട്ടിക്കിൾ സൈസ് സെൻറ്റിമീറ്ററിലായിരിക്കും കിട്ടണം. So 5.69 into 10 raised to -4. അത്രയും സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി എല്ലാവർക്കും കിട്ടിയോ? 5.69 ഇൻറ്റു 10 raised to -4 എന്ന് വരും. സെൻറ്റിമീറ്ററിൽ എഴുതിയാലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ മില്ലിമീറ്ററിലേക്ക് മാറ്റി എഴുതാം, പാർട്ടിക്കിൾ സൈസ് ആയതുകൊണ്ട്. സെൻറ്റിമീറ്ററിൽ എഴുതിയാലും മതി. യൂഷ്വലി നമുക്ക് ഈ രീതിയിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ കൊടുക്കണം, ടൈം സെക്കൻഡ്സ് 60 തന്നെ കൊടുത്താൽ, മിനിറ്റ് തന്നെ കൊടുത്താൽ മതി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 981 കൊടുക്കണം. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1 gram per cc ആ രീതിയിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. പിന്നെ വിസ്കോസിറ്റി നമ്മൾ മാറ്റി പോയിസിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. എല്ലാവർക്കും കിട്ടിയോ 5 പോയിന്റ്? ഇനി അടുത്തത് എന്താണ്? പെർസെൻറ്റേജ് ഫൈനർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. പെർസെൻറ്റേജ് ഫൈനർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പാർട്ടിക്കിൾ സൈസ് കിട്ടിക്കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഫൈനർ n ഈസ് ഈക്വൽ ടു G/G-1 ഇൻറ്റു RH/MS മാസ് ഓഫ് സോയിൽ ഇൻറ്റു 100 ചെയ്താൽ മതി. എല്ലാ റീഡിങ്ങും നമുക്കറിയാം. നമുക്ക് RH എന്ന് പറയുന്നത് 1.010 ആണ്. ഈ RH റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം എന്നാണ് പറഞ്ഞത്? അതിൽ നിന്ന് 1 കുറച്ച് കളയണം,
ഇൻറ്റു 1000 ചെയ്യണം. അപ്പം ഈ റീഡിങ് നമുക്ക് കിട്ടും 10. അത് വേണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. എപ്പോൾ ഹൈഡ്രോമീറ്റർ റീഡിങ് കിട്ടിയാലും 1 മൈനസ് ചെയ്ത് ഇൻറ്റു 1000 വെച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ആ റീഡിങ് പ്രോബ്ലമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട്. ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള പാർട്ടിക്കിളാണ്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ള പാർട്ടിക്കിളാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് മീൻ ചെയ്യുന്നത്. കിട്ടിയ ആൻസറാ? ആ 31.76 പെർസെൻറ്റേജിലാണ്. പെർസെൻറ്റേജ് ഫൈനർ അല്ലേ, അതായത് ഇത്രയും ഫൈനസ് ഉള്ള പാർട്ടിക്കിളാണ് നമ്മൾ ഹൈഡ്രോമീറ്ററിൽ ചെയ്തത്. ആ ഫൈനസ് എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മളെടുത്ത സാമ്പിളിൽ 31.7% ഫൈനസ് ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അത്രയും പെർസെൻറ്റേജ് ഫൈനർ പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെല്ലാവരും തെറ്റിക്കണത് എന്താണെന്ന് വെച്ചാൽ ഈ RH റീഡിങ് ഡയറക്റ്റ് എഴുതും. ഒരിക്കലും നമ്മൾ RH റീഡിങ് ഡയറക്റ്റ് എടുക്കില്ല. നമ്മൾ കിട്ടുന്ന റീഡിങ്ങിനെ -1 ചെയ്ത് ഇൻറ്റു 100,000 ചെയ്തിട്ടാണ് നമ്മൾ RH എന്ന് പറയുന്ന വാല്യൂ ഹൈഡ്രോമീറ്റർ റീഡിങ് എഴുതുന്നത്. ആ സ്റ്റെമ്മിലെ റീഡിങ് എഴുതുമ്പം 1 പോയിൻ്റ് എന്ന് എഴുതും, പക്ഷേ ആക്ച്വലി അത് റീഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ കിട്ടുന്ന വാല്യൂയിൽ നിന്ന് -1 ചെയ്യണം, ഇൻറ്റു 1000 ചെയ്യണം. ഓക്കെ, അടുത്ത് പറയട്ടെ. പറയട്ടെ അടുത്തത്. എല്ലാവരും ചെയ്ത് കിട്ടിയോ? ഹലോ, ഇന്ന് ആരും ഇല്ലേ? ഇതെന്താ മിണ്ടാതിരിക്കണേ? കഴിഞ്ഞു മിസ്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് റിലേറ്റീവ് ഡെൻസിറ്റി.
റിലേറ്റീവ് ഡെൻസിറ്റി. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻഡെക്സ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനും റിലേറ്റീവ് ഡെൻസിറ്റിയാണ് കോഴ്സ് ഗ്രെയിൻഡ് പാർട്ടിക്കിൾസിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. അതിൽ അടുത്തൊരു സാധനമാണ് റിലേറ്റീവ് ഡെൻസിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ യൂഷ്വലി ഒരു അഗ്രിഗേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്, അതായത് ഒരു കൊഹഷൻ ലെസ് സോയിലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റീനെ പറയുക. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് DR എന്നാണ്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സ് എന്നും അതിനെ അറിയപ്പെടാറുണ്ട്. ഇത് കാണാനുള്ള ഇക്വേഷൻ DR ഈസ് ഈക്വൽ ടു Emax മൈനസ് E ഹോൾ ഡിവൈഡഡ് ബൈ Emax മൈനസ് E മിനിമം ഇൻറ്റു 100. ഈ ഇക്വേഷൻ എഴുതി വെച്ചോളാം. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ് അഗ്രിഗേറ്റ്, ഒരു അഗ്രിഗേറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. യൂഷ്വലി കൊഹഷൻലെസ് സോയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ Emax മൈനസ് E ഡിവൈഡഡ് ബൈ Emax മൈനസ് E മിനിമം ഇൻറ്റു 100. Emax എന്ന് പറഞ്ഞാൽ മാക്സിമം വോയിഡ് റേഷ്യോ ഓഫ് ദ സോയിൽ ഇൻ ലൂസസ്റ്റ് കണ്ടീഷൻ ആണ്. ഒരു സോയിൽ ലൂസായിരിക്കുമ്പോൾ ഉള്ള മാക്സിമം വോയിഡ് റേഷ്യോ ആണ് Emax. ഈ മിനിമം എന്ന് പറഞ്ഞാൽ ഒരു സോയിൽ ഏറ്റവും ഡെൻസിലി പാക്ക് ചെയ്തിരിക്കുമ്പോഴുള്ള മിനിമം വോയിഡ് റേഷ്യോ ആണ് ഈ മിനിമം. സിംപ്ലി E എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റേറ്റിൽ ആ സോയിലിനുള്ള വോയിഡ് റേഷ്യോ. എഴുതിയോ? ഓക്കെ, ഇന്ന് മധുസൂദനനില്ലേ? അല്ലെങ്കിൽ ഒരു മിണ്ടുന്ന സൗണ്ട് കേൾക്കാറുള്ളതാണ്, അപ്പോൾ കേൾക്കാത്തോണ്ട് ചോദിച്ചാട്ടോ. മനസ്സിലായി. റിലേറ്റീവ് ഡെൻസിറ്റി എന്തിനാ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു സോയില് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ഡെൻസ് ആയിരുന്നു എന്നുള്ളതാണ് ശരിക്കും നമ്മൾ അതിലൂടെ മെഷർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോഡ് കൊടുത്തു കഴിയുമ്പം ഒരു കൊഹഷൻലെസ് സോയിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതും നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റീവ് ഡെൻസിറ്റിയിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ അനുസരിച്ച് സോയിലിനെ 5 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ലെസ് ദാൻ 15% ആണെങ്കിൽ വെരി ലൂസ് എന്നും, 15 to 35 ആണെങ്കിൽ ലൂസ് സോയിൽ എന്നും, 35 to 65 ആണെങ്കിൽ മീഡിയം ഡെൻസ് എന്നും, ഡെൻസ് ആണെങ്കിൽ 65 to 85 ആൻഡ് വെരി ഡെൻസ് ആണെങ്കിൽ 85 to 100. ഇങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ബേസിസിൽ നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്യണം. എഴുതണമെന്നില്ല, പ്രിൻ്റ് എടുത്ത് വെച്ച് പഠിച്ചാലും മതി. ഇനി എങ്ങനെ നമ്മൾ ഒരു റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യും? നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യണം. അതൊരു ടേം ആണല്ലോ, ഒരു ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യണം ഫീൽഡിൽ. എങ്ങനെ നമ്മൾ മെഷർ ചെയ്യും? ഇപ്പോൾ കുറേ ടെസ്റ്റുകളൊക്കെ പഠിച്ചു. DR കാണാനുള്ള ഇക്വേഷൻ ഞാൻ കാണിച്ചു തന്നു. Emax മൈനസ് E മിനിമം ബൈ Emax മൈനസ് E ഇൻറ്റു 100 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കും? ഒരു സോയിലുണ്ട്, അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഇക്വേഷൻ ഇതാണ്: Emax മൈനസ് E മിനിമം ബൈ Emax മൈനസ്
ഇ മാക്സ് മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം ഇൻറ്റു 100 ആണെന്നും പറഞ്ഞു. ഇനി ആ സോയിലിൻ്റെ വോയിഡ് റേഷ്യോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഞാൻ നിങ്ങളുടെ കയ്യിലൊരു സോയിൽ തന്നു, അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ പറഞ്ഞു. ആകെ അറിയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ വെച്ചിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ആ സോയിലിൻ്റെ വോയിഡ് റേഷ്യോ മെഷർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? നമുക്കൊരു സോയിൽ തന്നാൽ അതിൻ്റെ വോയിഡ് റേഷ്യോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? എന്താ വോയിഡ് റേഷ്യോ? വോളിയം ഓഫ്, ഇന്ന് എന്നാ എല്ലാവരും മിണ്ടാതിരിക്കണേ? എന്താ വോയിഡ് റേഷ്യോ? എന്താ വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്. വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. ഒരു സോയിൽ സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ വോളിയം ഓഫ് വോയിഡും വോളിയം ഓഫ് സോളിഡും മെഷർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമോ? പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറ, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറ. പറ്റും അല്ലേ? പറ്റേണ്ടതാണ്. എങ്ങനെ കണ്ടുപിടിക്കണേ? പറ്റേണ്ടതാണ് എങ്ങനെ കണ്ടുപിടിക്കും? ഞാനൊരു സാമ്പിൾ സോയിൽ തന്നു, അതിന്റെ വോയിഡ് റേഷ്യോ സോയിലിന്റെ ടോട്ടൽ വോളിയം ആദ്യം എടുത്തതിന് ശേഷം പിന്നെ അത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിന്റെ വോയിഡ്സ് കളഞ്ഞിട്ടുള്ള വോളി എടുക്കണം. ആ വെള്ളത്തിലേക്ക് ഇടുമ്പോ വോയിഡ് പോവോ? അല്ല, അത് ആ വോയിഡ് ഫുള്ള് മാറിയിട്ട് അതിന്റെ വോളിയം കുറയില്ലേ? എങ്ങനെ കുറയും? ഒരു സാമ്പിൾ എന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാല് ഞാനത് ഒരു പോട്ടില് അതിന്റെ വോളി അതിന്റെ ഒരു അപ്പോൾ അതിനകത്ത് എന്തോരം വെള്ളം ഒഴിക്കും? എന്നിട്ട് പിന്നെ അതിനെ അത് പൊങ്ങി എടുക്കാവുന്ന തരത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇതുകൊണ്ട് അപ്പൊ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവും അതിനകത്ത് വോയിഡ് എന്തോരം ഉണ്ടായിരുന്നു, സോളിഡ് എന്തോരം ഉണ്ടായിരുന്നു എന്ന്? സോളിഡ് നമുക്ക് ഓവൻ ഡ്രൈ ചെയ്യിച്ചാൽ മെഷർ ചെയ്യാൻ പറ്റും. അതിനകത്ത് വാട്ടർ കണ്ടന്റ് പോയി കഴിഞ്ഞാൽ മാസ് കിട്ടും. ഞാൻ ചോദിക്കുന്നത് വോളിയമാണ്. വോളിയം വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കും? നമുക്ക് ആക്ച്വലി ഒരിക്കലും വോയിഡ് റേഷ്യോ ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്കൊരു സോയിൽ സാമ്പിൾ തന്ന് റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ പറഞ്ഞാൽ നമുക്കൊരിക്കലും വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനൊരു ചെറിയ ഇത് കാണിച്ചു തരാം. ഇതൊരു 3 സാമ്പിളാണ്. ഓക്കെ, ഒരു 3 കണ്ടീഷനിലുള്ള സോയിലാണ്. ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് ആ സോയിൽ ഏറ്റവും കൂടുതൽ ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്തപ്പോഴുള്ള കണ്ടീഷനാണ്. ഡെൻസ് ആയിട്ട് ഒരു സാമ്പിൾ നമ്മളൊരു മൗൾഡിൽ പാക്ക് ചെയ്യുമ്പം അതിന് വോയിഡ് റേഷ്യോ എങ്ങനെയായിരിക്കും? ഒരു മൗൾഡ്, ആ മൗൾഡിലേക്ക് ഞാൻ ആ സാമ്പിൾ നന്നായിട്ട് ഡെൻസ് ആയിട്ട് കോമ്പാക്ട് ചെയ്ത് പാക്ക് ചെയ്തു. അങ്ങനെയുള്ള ആ സോയിലിന് വോയിഡ് റേഷ്യോ കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? നന്നായിട്ട് കോമ്പാക്ട് ചെയ്താൽ ഞാൻ വച്ചേക്കണം. അപ്പോൾ വോയിഡ് റേഷ്യോ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതായത് മിനിമം വോയിഡ് റേഷ്യോ ആയിരിക്കും ആ സോയിലുണ്ടാവുള്ളൂ. അതാണ് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചേക്കണം. ഓക്കെ, ഈ സെയിം സോയിൽ നാച്ചുറലി കണ്ടീഷനിൽ, അതായത് സൈറ്റിൽ നാച്ചുറൽ ഒരു കണ്ടീഷനിൽ എക്സിസ്റ്റ് ചെയ്തപ്പോൾ ഉള്ളൊരു വോയിഡ് റേഷ്യോ ആണ് ഇ എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് ഫിഗറിൽ കാണിക്കണം. മൂന്നാമത്തത്, ഞാൻ ആ സോയിലിനെ സെയിം മൗൾഡിലേക്ക് ഫ്രീ ആയിട്ട് ഫില്ല് ചെയ്തു, കോമ്പാക്റ്റ് ഒന്നും ചെയ്യാതെ ഫില്ല് ചെയ്തു. അപ്പോൾ ആ സോയിലിൻ്റെ വോയിഡ് റേഷ്യോ എങ്ങനെയായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പം നാച്ചുറൽ സ്റ്റേറ്റിലായി, ഡെൻസ് സ്റ്റേറ്റിലായി, ലൂസ് സ്റ്റേറ്റിലായി, അങ്ങനെ 3 സ്ഥലത്തുമുള്ള ആ സോയിലിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ആ ഫിഗർ. ഇനി നമുക്ക് വോയിഡ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ, വോയിഡ് റേഷ്യോ നമുക്ക് അറിയില്ല, നമുക്ക് മെഷർ ചെയ്യണം. വോയിഡ് റേഷ്യോ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഡ്രൈ ഡെൻസിറ്റിയിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്.
അപ്പം ഡ്രൈ ഡെൻസിറ്റിയിൽ നിന്ന് എങ്ങനെ വോയിഡ് റേഷ്യോ കാണാം? ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യും. E ഈസ് ഈക്വൽ ടു G ഇൻറ്റു റോ ഡബ്ല്യു ബൈ റോ ഡി മൈനസ് 1. അപ്പം ഈ എന്താണ്? നാച്ചുറൽ കണ്ടീഷനിലുള്ള സോയിലിൻ്റെ വോയിഡ് റേഷ്യോ നമുക്ക് കിട്ടും ഡ്രൈ ഡെൻസിറ്റി അറിയാമെങ്കിൽ. ഓക്കെ, ഇനി താഴേക്ക് നോക്കാം. അയ്യോ, ഇത് ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു സോയില് മാക്സിമം വോയിഡ് റേഷ്യോ വരണമെങ്കിൽ മാക്സിമം വോയിഡ് റേഷ്യോ കിട്ടണം. അങ്ങനെയെങ്കിൽ അവിടത്തെ ഞാൻ ഈ ഇനെ ഇ മാക്സ് ഇ മിനിമം എന്ന് പറയുന്നതിനെ ഞാൻ ഇൻ ടേംസ് ഓഫ് ഡ്രൈ ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ ഡ്രൈ ഡെൻസിറ്റിയുടെ ടേംസിൽ ഇക്വേഷനിൽ റീഅറേഞ്ച് ചെയ്യുമ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഡി ആർ ഇസ് ഈക്വൽ ടു ഇ മാക്സ് മൈനസ് ഇ മാക്സ് മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ ഇ മാക്സ് മൈനസ് ഇ മിനിമം ഇൻറ്റു 100 ആണ്. ഓക്കെ, അപ്പം ഇ മാക്സ് ആണ് നമ്മുടെ ആദ്യത്തെ ടേം. ഇ മാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം വോയിഡ് റേഷ്യോ ആണ്. അപ്പോൾ മാക്സിമം വോയിഡ് റേഷ്യോ കിട്ടണമെങ്കിൽ നമ്മുടെ ഡെൻസിറ്റി എങ്ങനെയായിരിക്കണം? അതായത് ഈ റോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? നമുക്കിവിടെ മാക്സിമം വോയിഡ് റേഷ്യോ കിട്ടണം. അപ്പോൾ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? കുറവായിരിക്കോ കൂടുതലായിരിക്കോ? മിനിമം ആയിരിക്കോ മാക്സിമം ആയിരിക്കോ? മിനിമം ആയിരിക്കും. മിനിമം ആയിരിക്കും. അതായത് ഡെൻസിറ്റി കുറവാണെങ്കിൽ വോയിഡ് റേഷ്യോ എന്തായിരിക്കും? ഡെൻസിറ്റി എന്താ? മാസ് ബൈ വോളിയം. ഓക്കെ, ആ മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൽ വോളിയം ഒന്നെങ്കിൽ മാസ് കുറവായിരിക്കും അല്ലെങ്കിൽ വോളിയം കൂടുതലായിരിക്കും. അപ്പം മിനിമം മാക്സിമം വോയിഡ് റേഷ്യോ ഉള്ള സമയത്ത് ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? മിനിമം ആയിരിക്കും. അപ്പം ഞാൻ ഈ ഇക്വേഷനെ റോ ഡിയുടെ സ്ഥാനത്ത് റോ മിനിമം എന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ എന്ന് പറയുന്നത് നാച്ചുറൽ സ്റ്റേറ്റിലുള്ള വോയിഡ് റേഷ്യോ ആണ്. അപ്പം നാച്ചുറൽ സ്റ്റേറ്റിൽ ആ സോയിലിന് എന്ത് ഡെൻസിറ്റിയാണ്? ഡ്രൈ ഡെൻസിറ്റി ആണുള്ളത്. അപ്പം ഞാൻ ആ ഇക്വേഷനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി മിനിമം വോയിഡ് റേഷ്യോ ഉള്ളപ്പം ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? വോയിഡ് റേഷ്യോ വളരെ മിനിമം ആണ്. അപ്പം ഡെൻസിറ്റി എങ്ങനെയായിരിക്കും? സോയിലിന് ഡെൻസിറ്റി കൂടും. അപ്പം മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും. അപ്പോൾ അവിടെ ഞാൻ ഇ മാക്സിൻ്റെ അവിടെ ഈ മിനിമത്തിന് ഞാൻ എന്ത് ചെയ്തു? റോ മാക്സ് എന്ന് കൊടുത്തു. അപ്പം ഈ ഇക്വേഷനെ ഞാൻ എന്നിട്ട് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റിയുടെ ടേംസിലേക്ക് ആക്കി. ഓക്കെ, എന്നിട്ട് അതിനെ ഞാൻ ചെറിയ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണ്. ഈ റോയും റോ ഡബ്ല്യു ജി എ -1 അതെല്ലാം കോമൺ ആണ്. ബാക്കി സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ടേമിൽ 1 മൈനസ് റോ മിനിമം എന്ന് വരും, -1 ബൈ റോ ഡി, താഴെ 1 ബൈ റോ മിനിമം -1 ബൈ റോ ഡി എന്ന് വരും. ബാക്കി ജി റോ ഡബ്ല്യു ഈ -1ഉം ഈ മൈനസ് അകത്തേക്ക് ഈ +1 ക്യാൻസൽ ആവും. ഈ -1ഉം ഈ -1 ഈ അകത്തേക്ക് കയറുമ്പോൾ ഇത് +1 ക്യാൻസൽ ആയി പോകും. ബാക്കി ജി റോ ഡബ്ല്യു എന്ന് പറയുന്നത് കോമൺ ആണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അത് ക്യാൻസൽ ചെയ്ത് പോകും. ഫൈനൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ദെൻ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഴുതാം ഡി ആർ ഈസ് ഈക്വൽ ടു maximum density divided by dry density into rho d minus rho minimum by rho max by rho minimum. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫീൽഡിലെ സോയിലിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിലും ലൂസസ്റ്റ് സ്റ്റേറ്റിലും ഡെൻ സ്റ്റേറ്റിലും ഉള്ള ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. അല്ലാതെ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ്ലി വോയിഡ് റേഷ്യോ മെഷർ ചെയ്തുകൊണ്ട് റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആ ഫീൽഡിലെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും മിനിമം ഡ്രൈ ഡെൻസിറ്റിയും നാച്ചുറൽ സ്റ്റേറ്റിലുള്ള ഡ്രൈ ഡെൻസിറ്റിയും കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണേ? റിലേറ്റീവ് ഡെൻസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഡി ആർ ഇസ് ഈക്വൽ ടു റോ മാക്സ് ബൈ റോ ഡി ഇൻറ്റു റോ ഡി മൈനസ് റോ മിനിമം ബൈ റോ മാക്സ് മൈനസ് റോ മിനിമം. ക്ലിയർ ആയോ? ഹലോ, ഒരു ഫീൽഡിൽ നമ്മളൊരു സൈറ്റിൽ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. മാക്സിമം ഡെൻസിറ്റിയും ഡ്രൈ ഡെൻസിറ്റിയും മിനിമം ഡെൻസിറ്റിയും മെഷർ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് ഫീൽഡിൻ്റെ ഡെൻസിറ്റി, മാക്സിമം ഡെൻസിറ്റി, മിനിമം ഡെൻസിറ്റിയും നാച്ചുറൽ സ്റ്റേറ്റിലുള്ള ഡ്രൈ ഡെൻസിറ്റിയും കിട്ടിയാൽ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ നമ്മൾ മാക്സിമം ഡെൻസിറ്റി, മിനിമം ഡെൻസിറ്റി ഒരു ഫീൽഡിലെ സോയിലിൽ കണ്ടുപിടിക്കും? അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഇതാണ് മിനിമം ഡ്രൈ ഡെൻസിറ്റി കാണാനുള്ള പ്രൊസീജിയർ. ഇതിലെന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരു സാമ്പിളിൻ്റെ ആണോ മിനിമം ഡ്രൈ ഡെൻസിറ്റി കാണേണ്ടത്, ആ സാമ്പിൾ നമ്മൾ എടുക്കും. ആദ്യം നമ്മൾ അതിനൊരു ചെറിയൊരു പെർസെൻറ്റേജ് കൊണ്ടുപോയി, ചെറിയൊരു സാമ്പിൾ എടുത്ത് കൊണ്ടുപോയി ഓവൻ ഡ്രൈ ചെയ്യിക്കും, കാരണം വാട്ടർ കണ്ടൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ആ സാമ്പിൾ നമ്മൾ എടുത്തിട്ട് പൾവറൈസ് ചെയ്യും. പൾവറൈസ് ചെയ്യുക എന്ന് വെച്ചാൽ വലിയ ചെറിയ ഉണ്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, പൊടിച്ച് കളയും. എന്നിട്ട് അത് ഏതാണോ സൈസ്, സോയിലിൻ്റെ പാർട്ടിക്കിൾ സൈസ് നോക്കിയിട്ട് നമുക്ക് ഏത് സീവിലൂടെയാണോ അരിക്കാൻ പറ്റുന്നത് ആ സീവിലൂടെ നമ്മൾ ആ സാമ്പിൾ അരിച്ചെടുക്കും. അതിനുശേഷം മിനിമം ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ ഈ ഡ്രൈ സോയിൽ ഒരു മൗൾഡുണ്ട്. ആ മൗൾഡ് പറയുന്നത് IS 2720 പ്രകാരമാണ്. ആ മൗൾഡുണ്ട്, അതിനകത്തൊരു പോറിംഗ് ഡിവൈസ് ഉണ്ട്. ഈ മൗൾഡിലേക്ക് നമ്മൾ ഈ എടുത്ത ഡ്രൈ സോയിൽ ആ പോറിംഗ് ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ചുമ്മാ ആ മൗൾഡ് ഫില്ല് ചെയ്യും. ആ പോറിംഗ് ഡിവൈസ് വെച്ച് ഈ മൗൾഡിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ പോർ ചെയ്തിരുന്ന സമയത്ത് 25 മീറ്റർ ഹൈറ്റ്, 25 mm ഹൈറ്റിൽ നിന്ന് ഈ സാമ്പിൾ ഫ്രീ ഫോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണോ വീഴുന്നത് ആ ഒരു എഫക്റ്റിലാണ് ഈ മൗൾഡിൽ ഫില്ലാവുന്നത്. എന്നിട്ട് ഈ മൗൾഡിൻ്റെ വോളിയം നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. ആ മൗൾഡിൽ നിറച്ച സോയിലിൻ്റെ മാസം നമ്മൾ മെഷർ ചെയ്യും. അപ്പം ഡെൻസിറ്റി മിനിമം കാണാൻ എന്താണ്, ആ മൗൾഡ് നിറയ്ക്കാനെടുത്ത മിനിമം മാസ് നമുക്ക് കിട്ടും, ആ മൗൾഡിൻ്റെ വോളിയവും നമുക്ക് കിട്ടും. അപ്പോൾ ആ മിനിമം മാസ് ബൈ വോളിയം ചെയ്യുമ്പം മിനിമം ഡെൻസിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? നമ്മൾ ഏത് സാമ്പിളിൻ്റെ ആണോ മിനിമം ഡ്രൈ ഡെൻസിറ്റി കാണേണ്ടത് അതെടുക്കുക. ജസ്റ്റ് ഒരു സീവ്, ഏതാണോ റിക്വയർഡ് സീവ് അതിലൂടെ സീവ് ചെയ്യാം. എന്നിട്ടൊരു പോറിംഗ് ഡിവൈസ് ഉണ്ട്, ആ പോറിംഗ് ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മൗൾഡ് ഉണ്ട്, ആ മൗൾഡിലേക്ക് ഫില്ല് ചെയ്യുക. അത് പോറിംഗ് ഡിവൈസ് വെച്ച് ഫില്ല് ചെയ്യുമ്പം 25 മില്ലിമീറ്റർ ഹൈറ്റിൽ നിന്ന് ഫ്രീ ഫോൾ ചെയ്യുന്ന രീതിയിലാണ് ഈ പോറിംഗ് ഡിവൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ 25 mm ഹൈറ്റിൽ നിന്ന് ഫ്രീ ഫോൾ ചെയ്ത മൗൾഡ് കംപ്ലീറ്റ്ലി ഫില്ലാവും. എന്നിട്ട് ഈ മൗൾഡിൽ നിറഞ്ഞ സോയിലിൻ്റെ മാസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യണം, ആ മൗൾഡിൻ്റെ വോളിയം നോട്ട് ഡൗൺ ചെയ്യണം. ആ മാസിനെ നമ്മൾ മിനിമം മാസ് എന്നാണ് പറയുന്നത്. ആ മിനിമം മാസ് ബൈ വോളിയം ഓഫ് ദ മൗൾഡ് ചെയ്യുമ്പം മിനിമം ഡെൻസിറ്റി നമുക്ക് കിട്ടും. ഇനി അടുത്തത് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കാണും. മാക്സിമം ഡ്രൈ ഡെൻസിറ്റി നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഡ്രൈ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ വെറ്റ് മെത്തേഡിൽ ചെയ്യാം. ഡ്രൈ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൗൾഡുണ്ട്, ആ മൗൾഡിലേക്ക് ഒരു ഓവൻ ഡ്രൈ ചെയ്ത സോയിൽ എടുക്കും. നമ്മൾ ഏത് ഫീൽഡിലെ സോയിലിനെയാണോ ഡെൻസിറ്റി മെഷർ ചെയ്യേണ്ടത് ആ സാമ്പിൾ കൊണ്ടുപോയി ഓവൻ ഡ്രൈ ചെയ്യും. ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം ആ മൗൾഡിലേക്ക് കംപ്ലീറ്റ്ലി അത് മിക്സ് ചെയ്യും, ഫില്ല് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കോമ്പാക്ട് ചെയ്താൽ ഫില്ല് ചെയ്യുന്നത്. കോമ്പാക്ട് ചെയ്യില്ല, ജസ്റ്റ് അത് ഫില്ല് ചെയ്ത് നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സർചാർജ് ലോഡ് കൊടുക്കും. അതായത് ഒരു സീറ്റിംഗ് ലോഡ് നമ്മൾ ആ മൗൾഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും, സോയിലിൻ്റെ സർഫസിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് ഒരു വൈബ്രേറ്ററിൽ കൊണ്ടുപോയി ഇത് കണ്ടിന്യൂസ് ഒരു 8 മിനിറ്റ്സ് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സർചാർജിൻ്റെ ഇഫക്റ്റ് കൊണ്ടും വൈബ്രേഷൻ കൊണ്ടും ആ സോയിൽ എന്ത് ചെയ്യും, നല്ല ടൈറ്റായിട്ട് കോമ്പാക്റ്റ് ആവും. കോമ്പാക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ആ മാസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. അതായത് ആ മൗൾഡ് കംപ്ലീറ്റ്ലി ഫില്ലാവാനെടുത്ത സോയിലിൻ്റെ മാസ് എത്രയാണോ ആ മാസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. ആ മാസ് മാക്സിമം മാസ്സായിരിക്കും. മൗൾഡിൻ്റെ വോളിയത്തിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ആ വോളിയം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും. അങ്ങനെയാണ് മാക്സിമം ഡെൻസിറ്റി മെഷർ ചെയ്യുക. ഏത് സാമ്പിളിൻ്റെ ആണോ മാക്സിമം ഡെൻസിറ്റി മെഷർ ചെയ്യേണ്ടത് അത് ഓവൻ ഡ്രൈ ചെയ്യും. ഓവൻ ഡ്രൈ ചെയ്തതിന് ശേഷം ഒരു മൗൾഡിൽ നമ്മൾ ഫില്ല് ചെയ്യും. അതിന് മുകളിൽ ഒരു സർചാർജ് ലോഡ് വയ്ക്കും. എന്നിട്ട് ഒരു വൈബ്രേറ്ററിൽ വെച്ച് 8 മിനിറ്റ്സോളം കണ്ടിന്യൂസ് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ലോഡിൻ്റെയും വൈബ്രേറ്ററിൻ്റെയും ഇഫക്റ്റ് കൊണ്ട് ഈ മൗൾഡിൽ സോയിൽ എന്ത് ചെയ്യും, ടൈറ്റ്ലി കോമ്പാക്റ്റ് ആയിട്ട് വരും. ആ മാസ് എത്രയാണ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. ആ മാസ് മാക്സിമം മാസ്സായിരിക്കും. ആ മാസ് ബൈ മൗൾഡിൻ്റെ വോളിയം ചെയ്യുമ്പം മാക്സിമം ഡെൻസിറ്റി കിട്ടും. ഇനി വെറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ,
വെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് ആണ്, അതായത് സോയിൽ ഓൾറെഡി വെള്ളമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പം മൗൾഡിൽ നമ്മൾ ആദ്യമേ തന്നെ വെറ്റ് സോയിൽ വച്ച് ഫില്ല് ചെയ്യും. എന്നിട്ട് കുറച്ച് എമൗണ്ട് വാട്ടർ നമ്മൾ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സോയിൽ നിറച്ചതിന് ശേഷം മുകളിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഫ്രീ ആയിട്ട് കെട്ടി നിൽക്കുന്ന രീതിയിൽ വേണം വാട്ടർ അതിനകത്ത് ഫില്ല് ആവാൻ. അതിനുശേഷം ഈ മൗൾഡ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളൊരു 6 മിനിറ്റ് ഒരു വൈബ്രേറ്ററിൽ വെച്ചിട്ട് ഈ മൗൾഡിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ സോയിലിന് വൈബ്രേഷൻ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിലെ വോയിഡ്സ് ഒക്കെ എന്ത് ചെയ്യും, സോയിൽ പാർട്ടിക്കിൾ ഒന്ന് ഫില്ല് ചെയ്ത് വെള്ളം കുറച്ചും കൂടെ മുകളിലേക്ക് അപ്പിയർ ചെയ്ത് വരും, സർഫസിലേക്ക് അപ്പിയർ ചെയ്ത് വരും. അപ്പോൾ ആ വെള്ളം നമ്മൾ പതുക്കെ എന്ത് ചെയ്ത് കളയണം, റിമൂവ് ചെയ്ത് കളയണം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ സർചാർജ് നമ്മൾ ആ സോയിലിൻ്റെ മുകളിൽ വയ്ക്കണം. ദെൻ ആ വൈബ്രേറ്റർ ഒരു കണ്ടിന്യൂസ് 8 മിനിറ്റ്സ് വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന മാസ് എന്ന് പറയുന്നത് മാക്സിമം മാസാണ്. ബൈ വോളിയം ഓഫ് ദ മൗൾഡ് ചെയ്യുമ്പോൾ മാക്സിമം ഡെൻസിറ്റി കിട്ടും. അങ്ങനെയാണ് വെറ്റ് മെത്തേഡിൽ ചെയ്യുക. വെറ്റ് മെത്തേഡിൽ വന്നാൽ സാമ്പിൾ വെറ്റ് കണ്ടീഷനിലാണ്. അപ്പം ആ സാച്ചുറേറ്റഡ് സാമ്പിളിലേക്ക് കൊണ്ടുപോയി മൗൾഡിൽ നിറയ്ക്കും. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ആ ജസ്റ്റ് അതൊന്ന് മുകളിൽ വരുന്ന രീതിയിൽ നിർത്തും. എന്നിട്ടൊരു വൈബ്രേഷൻ കൊടുക്കും 6 മിനിറ്റ്സ്. വൈബ്രേഷൻ കൊടുക്കുമ്പം ആ പോസിൻ്റെ ഇടയിലുള്ള എല്ലാം സോയിൽ പാർട്ടിക്കിൾ വന്ന് അടഞ്ഞ് ആ വെള്ളം കൂടെ മുകളിലേക്ക് സർഫസിലേക്ക് വരും. അത് നമ്മൾ വൈപ്പ് ചെയ്ത് കളയും. എന്നിട്ടാണ് സർചാർജ് കൊടുത്തിട്ട് വീണ്ടും ഒരു വൈബ്രേറ്ററിൽ വെച്ച് 8 മിനിറ്റ്സോളം വൈബ്രേറ്റ് ചെയ്യും. എന്നിട്ട് ആ മൗൾഡിൽ നിറച്ച് സോയിലിൻ്റെ മാസ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. മാക്സിമം മാസ് ബൈ ആ മൗൾഡിൻ്റെ വോളിയം ചെയ്യുമ്പോൾ മാക്സിമം ഡെൻസിറ്റി കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഫീൽഡിൽ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും വെറ്റും ഡ്രൈ കണ്ടീഷനിലും ചെയ്യുമ്പോൾ അത് വെറ്റ് ചെയ്യുമ്പോഴല്ലേ കൂടുതൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് അതായിരിക്കും. കാരണം നമുക്ക് ഫീൽഡിൽ കിട്ടുന്ന സോയിലിൽ എപ്പോഴും ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടാവുമല്ലോ. ഒരിക്കലും പെർഫെക്റ്റ് ഡ്രൈ സോയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം വെറ്റ് കണ്ടീഷനിൽ ചെയ്യുമായിരിക്കും കുറച്ചുകൂടെ ബെനിഫിഷ്യൽ, റിസൾട്ടിന് നല്ലത്. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഈ പ്രൊസീജിയർ, അതായത് റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും, അതിലെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റിയും മിനിമം ഡ്രൈ ഡെൻസിറ്റിയും എങ്ങനെ കണ്ടുപിടിക്കും, അതൊരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് 3 മാർക്കിൻ്റെ അല്ല, പാർട്ട് ബിയിൽ സ്പ്ലിറ്റ് ചെയ്തൊരു തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പഴയ സ്കീമിലെ ഇത്തവണ എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് ഓൾറെഡി ഒരു പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഈ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത്. ഓക്കെ, പിന്നെ പ്രോബ്ലം ഉണ്ടല്ലോ. ഇല്ലേ, രണ്ടും ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും കംപ്ലീറ്റ് നോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവരും ലീവ് ചെയ്തു. ഈ നോട്ട് ഇട്ടിട്ടില്ലേ നിങ്ങൾക്ക്? ഇല്ലേ, രണ്ടും ഇട്ടു എന്നാണ് എൻ്റെ ഉണ്ട്, ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളാം. ഓക്കെ.